നേരത്തെ നിങ്ങൾ ഇതിന്റെ പ്രചരണ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരിക്കും. 4 കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇതിനെ ഘട്ടമായിട്ട് തിരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ഒരു ഡൗൺലൈൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കസ്റ്റമർ എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നത്. കസ്റ്റമർ ആ കസ്റ്റമർ ആവുന്നത് ചിലപ്പോ ആരുടെയെങ്കിലും നിർബന്ധപ്രകാരമോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഉള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഉൽപ്പന്നം 1-2 സാമ്പിൾ ഉപയോഗിച്ച് ഇഷ്ടമായതുകൊണ്ടായിരിക്കാം. ആ കസ്റ്റമറിൽ നിന്ന് നിങ്ങൾ ഡൗൺലൈൻ എന്നുള്ളൊരു തലത്തിലേക്ക് മാറണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അടിമുടി മാറ്റം സംഭവിക്കണം. ഈ അടുത്ത് ഞാൻ കേട്ടൊരു ക്ലാസ്സിൽ അതിൽ വന്നിരുന്ന ട്രെയിനർ പറഞ്ഞൊരു കാര്യമുണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് രാവിലെ 9 മണിക്ക് വന്ന് 5 മണിക്ക് പോകുന്ന ഒരു പരിപാടിയല്ല. അങ്ങനെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ. ബിസിനസ് വെച്ചാൽ ഇറ്റ് ഈസ് എ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. നിങ്ങളുടെ ചുറ്റുവട്ടത്തും നിങ്ങളുടെ അയൽക്കാരിലും നിങ്ങളുടെ സുഹൃത്തുക്കളിലും നിങ്ങളുടെ ബന്ധുക്കളിലും ഈ സമൂഹത്തിലും നിങ്ങളാൽ ഉണ്ടാവുന്ന മാറ്റം ആർക്കാണോ ചെയ്യാൻ പറ്റുന്നത് അയാളെയാണ് ബിസിനസ്മാൻ എന്നുള്ളത് പറയുക. അപ്പോ ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു ഡൗൺലൈൻ ആയിട്ട് നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ഉള്ളിലാണ് ആദ്യം എന്ത് വരേണ്ടത്? ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻസ് ഉടലെടുക്കുന്നത്. അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ വന്നാൽ മാത്രമേ കസ്റ്റമറിൽ നിന്ന് ഡൗൺലൈൻ ആയിട്ട് മാറാൻ സാധിക്കുള്ളൂ. അപ്പൊ ഡൗൺലൈന്റെ ലക്ഷണങ്ങൾ എന്താണ്? ഒരു ഡൗൺലൈൻ ആയിന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നത് എപ്പോഴാണ്? ഒന്ന്, ഒരു കസ്റ്റമർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു യൂസർ ആയിട്ടാണ് വരുന്നത്. ഒരു യൂസർ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിർബന്ധ പ്രകാരമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ 2-3 സെലക്ടഡ് ആയിട്ടുള്ള ഉൽപ്പന്നം സാമ്പിൾ ഉപയോഗിച്ചു, അത് ഉപയോഗിച്ച് ഇഷ്ടമായപ്പോൾ അത് മാത്രം വാങ്ങി മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയും നമുക്ക് കസ്റ്റമർ എന്ന് പറയാം. പക്ഷേ നിങ്ങളൊരു ഡൗൺലൈൻ ആയിട്ട് മാറുമ്പോൾ അതിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഒരു ആക്റ്റീവ് യൂസർ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. എന്താ ആക്റ്റീവ് യൂസർ? ആക്റ്റീവ് യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു രീതിയിലും ചിന്ത പുറത്തേക്ക് പോവില്ല, ട്രഡീഷണൽ മാർക്കറ്റിലേക്ക് പോവില്ല. RCM എന്തൊക്കെയാണോ ഉള്ളത് അത് RCM തന്നെ വാങ്ങും എന്നൊരു ദൃഢപ്രതിജ്ഞ എടുക്കുന്ന ഏതൊരു വ്യക്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൗൺലൈൻ എന്ന് പറയാൻ പറ്റും. എനിക്ക് ഡൗൺലൈൻ എന്ന് പറയുന്നത് ഇഷ്ടമല്ല, നിങ്ങൾക്ക് അസോസിയേറ്റ് ബയർ എന്നുള്ളത് പറയാം, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡൗൺലൈൻ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു യൂസറിൽ നിന്ന് നിങ്ങൾ എന്നൊരു ആക്റ്റീവ് യൂസർ ആയിട്ട് മാറുന്നോ അയാളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡൗൺലൈൻ എന്നുള്ളത് വിളിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അത് മാത്രം മതിയോ? പോരാ. ഒരു ഡൗൺലൈനിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും പോകുന്നത്. ആ ഡൗൺലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോ ഡൗൺലൈന് വേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ഓണർഷിപ്പ് മെന്റാലിറ്റി. ഓണർഷിപ്പ് മെന്റാലിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാളെ ഒരു ഡൗൺലൈൻ എന്നുള്ളത് നമുക്ക് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. ഓണർഷിപ്പ് മെന്റാലിറ്റി നോക്കൂ. ഒരു കസ്റ്റമറിന് ഒരിക്കലും ഓണർഷിപ്പ് മെന്റാലിറ്റി ഉണ്ടായിരിക്കില്ല. അയാൾക്ക് ഇതിനേക്കാളും കുറഞ്ഞ നിരക്കിന് എവിടെയെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അങ്ങോട്ടേക്ക് പോകും. അയാൾക്ക് അതിനേക്കാളും ഓഫറിൽ വേറെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അങ്ങോട്ടേക്ക് പോകും. പക്ഷേ ഒരു ഡൗൺലൈനെ സംബന്ധിച്ച് ആളുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? ഓണർഷിപ്പ് മെന്റാലിറ്റി ഉണ്ടായിരിക്കണം. ഓണർഷിപ്പ് മെന്റാലിറ്റി എന്ന് വെച്ചാൽ എന്താ? സ്വയമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഒന്ന്, കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, യൂസ് മോർ പ്രൊഡക്ട്സ്. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് നിശ്ചിതമായ കുറച്ച് ഉൽപ്പന്നങ്ങളിൽ മാത്രം ആൾ ഒതുങ്ങിക്കൂടുമെങ്കിൽ ഇവിടെ ഒരു ഓണർഷിപ്പ് മെന്റാലിറ്റി ഉള്ള ഡൗൺലൈൻ ആണെങ്കിൽ അയാൾ ആക്റ്റീവ് യൂസർ ആയിട്ട് മാറുന്നത് മാത്രമല്ല സ്ഥിരമായിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ജിജ്ഞാസ ആളുടെ ഉള്ളിലുണ്ടാവും, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പൊ അവർ RCMലെ എല്ലാ ഉൽപ്പന്നങ്ങളും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാതെ ഉപയോഗിക്കാൻ റെഡിയാണ്. കാരണം ഇത് അവരുടെ ഉൽപ്പന്നങ്ങളാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ലീഡർ പറയേണ്ട ആവശ്യമില്ല, അവരോ ആരാണോ ഇത് പരിചയപ്പെടുത്തിയത് അവര് പറയേണ്ട ആവശ്യമില്ല. അവര് സ്വയമായിട്ട് കടയിൽ പോകുന്നു, പുതിയൊരു സാധനം കണ്ടു, ആ സാധനം വാങ്ങുന്നു. അതിനെയാണ് എന്ത് പറയാ? ഓണർഷിപ്പ് മെന്റാലിറ്റി. അപ്പൊ ആദ്യത്തെ ഇനിഷ്യേറ്റീവ് അവരെടുക്കുന്നത് എങ്ങനെയാ? യൂസ് മോർ പ്രൊഡക്ട്സ്. രണ്ടാമത്തെ ഇനിഷ്യേറ്റീവ് ആണ് എന്താ? ലേൺ പ്രൊഡക്ട്സ്. ആ ഉൽപ്പന്നങ്ങളെ പറ്റി പഠിക്കാനുള്ള ഇനിഷ്യേറ്റീവ് അവരെടുക്കുന്നു. കാരണം ഇത് എന്റെ ഉൽപ്പന്നമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡൗൺലൈൻ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആവുമ്പോൾ ആദ്യം നമ്മൾ ഉൽപ്പന്നം 100% ഉപയോഗിക്കുന്ന ഒരാളായിട്ട് മാറുന്നു. രണ്ടാമത് ആ ഉൽപ്പന്നത്തെ പറ്റി പഠിക്കുന്ന ഒരാളായിട്ട് മാറുന്നു. ആ പഠിപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു. നമ്മൾ ഉൽപ്പന്നത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നു. അപ്പോ 100% ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരു ആക്റ്റീവ് യൂസർ ആയിട്ട് മാറുന്നു, ഉൽപ്പന്നത്തെ പറ്റി പഠിക്കുന്ന ഒരാളായിട്ട് മാറുന്നു, പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നു. അതേപോലെ തന്നെ കമ്പനിയുടെ പ്ലാൻ പഠിക്കുന്ന ഒരാളായിട്ട് മാറുന്നു, ആ പ്ലാനിനെ എങ്ങനെ പ്രസന്റേഷൻ ചെയ്യണം എന്ന് പഠിക്കുന്ന ഒരാളായിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഓണർഷിപ്പ് മെന്റാലിറ്റി. നിങ്ങളുടെ ഉള്ളിൽ ഈ ഓണർഷിപ്പ് മെന്റാലിറ്റി വന്നാൽ മാത്രമേ നിങ്ങളൊരു ഡൗൺലൈൻ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധപ്രകാരം
ഇത് കുറച്ച് നാളത്തേക്ക് തള്ളി നീക്കി കൊണ്ടുപോകാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്വയമായിട്ടൊരു ശുഭാപ്തി വിശ്വാസം ഇല്ലാതെ ചെയ്യുന്നതിന് തുല്യമായിട്ട് അത് മാറും. എന്നാൽ നിങ്ങൾ എപ്പോഴാണ് ഒരു ഡൗൺലൈൻ അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് ബയർ എന്ന് പറയാ, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സ്വയം തോന്നുമ്പോഴാണ് നിങ്ങൾ ഒരു നല്ലൊരു ഡൗൺലൈൻ ആയിട്ട് മാറുന്നത്. 100% ഉൽപ്പന്നം ഉപയോഗിക്കുന്നു, ഉൽപ്പന്നത്തെ പറ്റി പഠിക്കുന്നു, എന്തിനു വേണ്ടിയിട്ട്? അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വ്യാപകമായ രീതിയിൽ പ്രൊമോഷൻ അല്ല ഞാൻ പറയുന്നത്. കാരണം തുടക്കത്തിൽ നമ്മുടെ ഉള്ളിൽ ചെറിയ രീതിയിലുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയായിരിക്കുമോ എന്നുള്ള പലതരത്തിലുള്ള കോംപ്ലക്സുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും, അതൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ നമ്മളെ പുഷ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ അയൽപക്കത്തും നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ ബന്ധുക്കളോടും ഉൽപ്പന്നത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. അതാണ് പ്രൊമോഷൻ. പിന്നെന്താണ്? ഇതിന്റെ പ്ലാൻ പഠിക്കാൻ റെഡിയാവുന്ന ആള്, സ്വയം പ്ലാൻ പഠിക്കാൻ റെഡിയാവുന്ന ആള്, അതേപോലെ തന്നെ പ്രസന്റേഷൻ, ആ പ്ലാനിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് പഠിക്കാൻ റെഡിയാക്കുന്ന. ഈ 5 ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളെയാണ് ഓണർഷിപ്പ് മെന്റാലിറ്റി ഉള്ള ഒരാൾ എന്നുള്ളത് പറയാം. അവരാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഡൗൺലൈൻ. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഒരു ഡൗൺലൈന് വേണ്ടത് എന്താ? ഓണർഷിപ്പ് മെന്റാലിറ്റി വേണം. രണ്ടാമത്തെ പോയിന്റ് എന്താ? അയാള് കോച്ചബിൾ ആയിരിക്കണം. എന്താ കോച്ചബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ നന്നാവാൻ വേണ്ടിയ ഒരു കാര്യം തനിക്ക് മുന്നേ ആ പാതയിലൂടെ നടന്ന ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനുള്ള മനോഭാവമുള്ള ഒരാളെയാണ് കോച്ചബിൾ എന്നുള്ളത് പറയാം. കോച്ചബിൾ അല്ലാത്ത ഒരാൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ പല മേഖലയിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ MBA ഗ്രാജുവേറ്റ് ആണ്. നോബൽ സാർ ടൂറിസം എന്ന മേഖലയിൽ വർക്ക് ചെയ്ത ആളാണ്. അഡ്വക്കേറ്റ് നിമ്മി മാഡം അഡ്വക്കേറ്റ് ആണ്. സുജിത് സാർ കമ്പ്യൂട്ടർ മേഖലയാണ്. ഞങ്ങൾ 4 പേരും 4 ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മേഖലയിൽ നല്ല രീതിയിൽ അറിവുണ്ട്. അത് ആരും ഞങ്ങൾക്ക് പഠിപ്പിച്ചതിന്റെ ആവശ്യമില്ല. പക്ഷേ RCM എന്ന പ്രസ്ഥാനം ഞങ്ങൾ 4 പേർക്കും ഒരു പുതിയ കൺസെപ്റ്റാണ്. ഈ പുതിയ കൺസെപ്റ്റിൽ നമ്മളെക്കാളും മുന്നേ നടന്നു പോയ ആൾക്കാരാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് അവർക്കുണ്ടായ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഉണ്ടാവുന്ന 2 ഗുണങ്ങൾ: ഒന്ന്, നമ്മുടെ സമയം ലാഭിക്കാൻ പറ്റും, കാരണം അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നില്ല. രണ്ടാമത്തെ കാര്യം, ആ കാര്യം നടത്താൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് അത് തെറ്റായ ഒരു കാരണമാണെങ്കിൽ നമ്മളവിടെ കുറെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഫേർട്ടും അവിടെ നഷ്ടമാവുന്നു. അപ്പൊ സമയവും എഫേർട്ടും ലാഭിക്കാൻ വേണ്ടി നമുക്ക് മുന്നിൽ നടന്ന ആൾക്കാർ ചില അഡ്വൈസുകൾ, ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ ഒരു നല്ല ഡൗൺലൈൻ എന്ന് പറഞ്ഞാൽ ഹി ഓർ ഷീ വിൽ ബി കോച്ചബിൾ മെന്റാലിറ്റി ഉള്ള ഒരാളായിട്ട് മാറണം. ഒന്ന്, ഓണർഷിപ്പ് മെന്റാലിറ്റി. ഈ കമ്പനി എന്റേതാണ്, ഈ ഉൽപ്പന്നം എന്റേതാണ്, ഇതിന്റെ പ്രചരണം ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്റേതാണ്, ഇതിനെപ്പറ്റി പഠിക്കേണ്ട ഉത്തരവാദിത്തം എന്റേതാണ്. അങ്ങനെ ഈ പറഞ്ഞ 5 കാര്യങ്ങളുള്ള ആളാണ് ഓണർഷിപ്പ് മെന്റാലിറ്റി ഉള്ള ആളെങ്കിൽ അതേ ആള് തന്നെ എന്തായിരിക്കണം? കോച്ചബിൾ മെന്റാലിറ്റി ഉള്ള ആളായിരിക്കണം. അയാളുടെ ഉള്ളില് അറിവുകളെ നേടിയെടുക്കാൻ ഉള്ള യാതൊരു തരത്തിലുള്ള കോംപ്ലക്സുകളും ഇത് തടയാൻ പാടില്ല. പകരം ആരെന്ത് പറഞ്ഞാലും അതിൽ നല്ലത് എന്താണോ അത് ഉൾക്കൊള്ളാനുള്ള ശേഷിയുള്ള ഒരാളാണ് നല്ലൊരു ഡൗൺലൈൻ ആയിട്ട് മുന്നോട്ട് പുരോഗതി ഉണ്ടാവുള്ളൂ. സോ ഹി ഓർ ഷീ ഷുഡ് ബി കോച്ചബിൾ. അടുത്ത പോയിന്റ് ആണ് റിസലയൻസ്. എന്താണ് റിസലയൻസ്? റിസലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, റിജക്ഷൻ നേരിടാനുള്ള ശേഷി. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു ഡൗൺലൈനെ സംബന്ധിച്ച്, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഗിയർ നമ്മൾ ഇടും. ഫസ്റ്റ് ഗിയർ ഇടും, സെക്കൻഡ് ഗിയർ ഇടൂലേ? ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഗിയറുകളാണ്. ഈ ഫസ്റ്റും സെക്കൻഡും ഗിയറിൽ ഒരു സ്ട്രഗിളിംഗ് ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു സർവൈവൽ ഫേസ് എന്നുള്ളത് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഈ സമയത്ത് നമുക്ക് ഈ ബിസിനസിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ പഠിക്കണമെങ്കിൽ അതിനൊറ്റ വഴിയുള്ളൂ, നമ്മൾ ഫീൽഡിൽ ഇറങ്ങാം. എങ്ങനെ ഫീൽഡിൽ ഇറങ്ങാം? ബൈ റീറ്റെയിലിംഗ്. ആ റീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റിജക്ഷൻ കിട്ടും. റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCM ബിസിനസ് സംബന്ധിച്ച് പ്രൊഡക്റ്റിന്റെ മാത്രമല്ല, RCM പ്ലാൻ പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ റീറ്റെയിലിംഗ്. കാരണം എല്ലാം ഒരു കച്ചവടമാണ്. നമ്മൾ ഈ പ്ലാൻ എത്ര എഫക്റ്റീവ് ആയിട്ട് പറയുന്നു അതനുസരിച്ചിട്ട് ഒരാൾ നമ്മുടെ ആ പ്ലാൻ വാങ്ങും. അപ്പൊ ഐദർ ഒരു പ്ലാനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനെ റീറ്റെയിലിംഗ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം ഇത് രണ്ടിനും എന്തുണ്ട്? ബെനിഫിറ്റ് ഉണ്ട്, മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ ഇത് പറയുമ്പോൾ പല രീതിയിലുള്ള റിജക്ഷൻ നമ്മൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, RCM ബിസിനസ് എന്ന് പറയുന്നത് റിജക്ഷന്റെ ഒരു ബിസിനസ്സാണ്. നിങ്ങൾ ചെന്ന ഉടനെ തന്നെ അവര് നിങ്ങളെ വന്ന് വരവേറ്റ് ഉള്ളിലിരുത്തി ചായയും കാപ്പിയും ഒന്നും തരില്ല. കാരണം നമ്മളോട് ആരെങ്കിലും ഇത് പറയാൻ വന്ന ആ സമയത്ത് നമ്മൾ ആരും വരവേറ്റി ചായയും കാപ്പിയൊന്നും കൊടുത്തില്ല. നമ്മളും ഇതിനെ സംശയത്തിന്റെ ഒരു ചിഹ്നത്തോട് കൂടിയിട്ടാണ് കണ്ടത്. ഞാനും അങ്ങനെ കണ്ട ഒരാളാണ്. ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ കണ്ട ആൾക്കാരായിരിക്കും, ശരിയല്ലേ? അപ്പൊ നമ്മളിൽ അങ്ങനെ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് ആദ്യമായിട്ട് പറയാൻ പോകുന്നതും ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്ന ആൾക്കാരുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? ഈ ഡൗട്ട്
ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സർവ്വസാധാരണമാണ്. നിങ്ങളൊരു 10 പേരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൽ 8 പേരും നിങ്ങളോട് നോയെ പറയുള്ളൂ. ആ 2 പേര് ചിലപ്പോൾ നിങ്ങളോട് യെസ് തന്നെ പറഞ്ഞോളുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, ഇന്നല്ലെങ്കിൽ നാളെ ജോയിൻ ചെയ്യാന്നുള്ള ഒരു മനോഭാവത്തോട് കൂടി അവിടെ ഇരിക്കും. ബിക്കോസ് ദിസ് ഈസ് എ റിജക്ഷൻ ബിസിനസ്. ഇത് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ അത് ഒരിക്കലും നമ്മൾ പേഴ്സണലി അല്ലെങ്കിൽ ഇമോഷണലി എടുക്കാൻ പാടില്ല. അവിടെയാണ് റിസലയൻസ് വരുന്നത്. നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? പോസിറ്റീവായിട്ട് നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാനും നേരിടാനുമുള്ള ഒരു ഒരു എന്താ പറയുക മനക്കട്ടി നമ്മൾ ഉണ്ടാക്കി എടുക്കണം. നമുക്ക് മുന്നേ വന്ന ആൾക്കാരും റിജക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ശേഷം വന്ന ആൾക്കാരും റിജക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. റിജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ വാക്കല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എവിടുന്ന് ഒരു നോ കിട്ടുന്നോ അതിന്റെ അർത്ഥം നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. ആ റിജക്ഷനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അവിടെയാണ് നമ്മുടെ പക്വത വരുന്നത്. ഇപ്പോ നമ്മള് ഒരാളോട് പോയിട്ട്, ഒരു കുട്ടിയോട് പോയിട്ട് ഇഷ്ടം പറഞ്ഞു. ആ ഇഷ്ടം ആ കുട്ടി നമ്മളോട് നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ നോ ആണ് പറയുന്നതെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റിജക്ട് ചെയ്യുന്നത് ആ പയ്യനെയോ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെയോ അല്ല. റിജക്ട് ചെയ്യുന്നത് ഇപ്പോൾ ലവിന്റെ ആവശ്യം അവിടെ ഇല്ല, അതിനെയാണ് റിജക്ട് ചെയ്യുന്നത്. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ഉൽപ്പന്നം ഒരു വീട്ടിലേക്ക് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവര് നോ പറയുന്നത് ഒരിക്കലും ആ കൊണ്ടു ചെല്ലുന്ന ആളോടോ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിനോടോ അല്ല, ആ ഉൽപ്പന്നത്തിന്റെ ആവശ്യകതയോടാണ് നോ പറയുന്നത്. സിമിലർലി നമ്മളൊരു പ്ലാൻ പറയുമ്പോൾ അവർ നമ്മളോടല്ല നോ പറയുന്നത്, പ്രൊഡക്റ്റിനോടല്ല നോ പറയുന്നത്, സിസ്റ്റത്തിനോടല്ല നോ പറയുന്നത്, ആർസിനോടല്ല നോ പറയുന്നത്. ആ സിസ്റ്റത്തിന്റെ ആവശ്യകത ഇപ്പൊ അയാൾക്ക് അയാളുടെ ലൈഫിൽ ഇല്ല, അതിനോടാണ് നോ പറയുന്നത്. ആ ആവശ്യകത ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടായിരിക്കാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റൂബി ബിനുസാർ. കാരണം എന്താ, 6 കൊല്ലം മുന്നേ അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ ആവശ്യകത തോന്നിയില്ല. പക്ഷെ 6 കൊല്ലം ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതിന്റെ ആവശ്യകത വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പേഷ്യന്റ് ആയിട്ടിരിക്കണം. നമ്മൾ കാണാൻ പോകുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ അവരുടെ പേര് നോ പറഞ്ഞാൽ ഒരിക്കലും വെട്ടാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. നോ പറഞ്ഞ സ്ഥലത്ത് പോലും നമ്മുടെ ഫോളോ അപ്പ് കൃത്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മുടെ കൂടെ വരും. പിന്നെ നോ കേൾക്കാനുള്ള ഏറ്റവും വലിയ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ പലപ്പോഴും പ്ലാൻ അവതരിപ്പിക്കുന്നതോ പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നതോ ആ വീട്ടിലെ കീ ഡിസിഷൻ മേക്കറിനോടല്ല. കീ ഡിസിഷൻ മേക്കർ ആരെ? കീ ഡിസിഷൻ മേക്കർ അവിടെ വരുമാനം ഉണ്ടാക്കുന്ന ആള്, വരുമാനം ജനറേറ്റ് ചെയ്യുന്ന ആളാണ് കീ ഡിസിഷൻ മേക്കർ. അയാളോട് പോയി സംസാരിക്കാതെ നമ്മൾ ആ വീട്ടിലെ പ്രായമായ ഒരു അമ്മുമ്മയോടോ അല്ലെങ്കിൽ കളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുട്ടിയോടോ ആർസിവരെ പറ്റിയിട്ടോ ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ടോ കച്ചവടം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരുടെ കയ്യിൽ കാശുണ്ടാവില്ല, അല്ലെ? അമ്മാമയോട് നമ്മൾ 1/4 മണിക്കൂർ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അമ്മ പറയും മോനെ എന്റെ കയ്യിൽ എവിടുന്ന കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കച്ചവടം നിൽക്കും. പിന്നെ വീണ്ടും നമ്മൾ സമയം എടുക്കണം, വീണ്ടും നമ്മൾ എഫേർട്ട് ഇടണം. അതേ സമയത്ത് അവിടുത്തെ കീ ഡിസിഷൻ മേക്കർ, KDM എന്ന് നമ്മൾ പറയും, KDM, ആ കീ ഡിസിഷൻ മേക്കറിനോടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെ റിജക്ഷന്റെ സാധ്യത കുറയാനുള്ള ഒരു എന്താ പറയാ അവസരം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. പലപ്പോഴും വീട്ടമ്മമാരുള്ള സമയത്തായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക, അവർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഉൽപ്പന്നം അവർക്ക് ഇഷ്ടമായി, പക്ഷെ അവർക്ക് കാശ് കിട്ടണമെങ്കിൽ ആരോട് ചോദിക്കണം? ഗൃഹനാഥനോട് ചോദിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട എത്ര കാര്യങ്ങളോ, നമ്മളൊരു വീട്ടിൽ കച്ചവടത്തിന് ചെന്നാൽ ചേച്ചിയോട് ചോദിക്കുക, ചേച്ചി ചേട്ടപ്പോ വരും? ആ സമയത്ത് വരിക. അമ്മാമ്മയോട് ചോദിക്കുക, ജോലിക്ക് പോയവരെപ്പോ വരും? വൈകിട്ട് വരും. കുട്ടിയാണുള്ളതെന്ന് വെച്ചാൽ കുട്ടിയോട് പറയാം, എപ്പോ വരും? വൈകിട്ട് വരും. അപ്പൊ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ദ റിജക്ഷൻ വിൽ ഫോൾ ഡൗൺ. പക്ഷെ എന്നിരുന്നാൽ പോലും റിജക്ഷൻ ഉണ്ടാവും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരിക്കൽ എന്റെ കോളേജിലുണ്ടായ ഒരു കഥയാണ്. എന്റെ കോളേജിലുണ്ടായ ഒരു കഥ വെച്ചാൽ, ഒരു പെൺകുട്ടിയോട് എന്റെ ക്ലാസ്സിലെ 2 പേർക്ക് ഇഷ്ടം തോന്നി. അതില് ഒരുത്തൻ എന്താ പറയാ നേരിട്ട് ചെന്ന് കാര്യം പറഞ്ഞു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, കുറെ നാളായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആ കുട്ടി അപ്പൊ തന്നെ പറഞ്ഞു നോ എന്നുള്ളത്. ഇവൻ ഭയങ്കര ദേഷ്യത്തിലാണ്, നിന്നെ കെട്ടാൻ വന്ന തന്നെ നീ ഇവിടെ എന്താ പറയാ നരച്ചു പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തിൽ ആള് ഉള്ളിലേക്ക് വന്നു. രണ്ടാമത്തെ പയ്യൻ പോയിട്ട് ഇഷ്ടം പറഞ്ഞു. ഇഷ്ടം പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞു, നോക്കൂ എനിക്ക് നിങ്ങൾ ഇതുവരെ പരിചയമില്ല, ഞാൻ ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ തമ്മിൽ സംസാരിക്കാനുള്ള ഒരു ഇട ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഇതുവരെ സംസാരിക്കാത്ത ഒരാളോട് എനിക്ക് എങ്ങനെയാണ് ഇഷ്ടം തോന്നുക എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ കാര്യം വളരെ സിമ്പിൾ ആണ്. അവൻ പറഞ്ഞു, നാളെ നല്ലൊരു ജോലി തനിക്ക് കിട്ടും, ആ ജോലി കിട്ടിയതിന് ശേഷം തീർച്ചയായിട്ടും വീട്ടുകാർ കല്യാണം ആലോചിക്കും. കല്യാണം ആലോചിക്കുമ്പോൾ എങ്ങനെയാ, ലവ് മാരേജ് ഒക്കെ അംഗീകരിക്കുന്ന വീട്ടുകാരാണോ? അല്ല, അങ്ങനെയല്ല. അവര് പൊതുവെ പ്രിഫർ ചെയ്യാൻ എന്താ, അറേഞ്ച് മാരേജ്. അപ്പൊ അങ്ങനെ അറേഞ്ച് മാരേജിൽ ഒരു പയ്യൻ കാണാൻ വരും. നിങ്ങൾ കഷ്ടിച്ച് ഒരു 10-15 മിനിറ്റ് സംസാരിച്ച് ആ സംസാരിച്ചതിന്റെ കെയർ ഓഫിലാണ് ഒരു തീരുമാനം എടുക്കുക, കല്യാണം വേണോ വേണ്ടേ എന്നുള്ളത്. എന്റെ കൂടെ കുട്ടിക്ക് 3 കൊല്ലം ഈ കലാലയ ജീവിതത്തിലുണ്ട്. ആ 3 കൊല്ലം കാത്തിരിക്കാൻ ഞാൻ റെഡിയാ. പതുക്കെ സമയമെടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇനി നിങ്ങൾ പറയൂ, ആദ്യത്തെ പയ്യനോടാണോ ഈ കുട്ടിക്ക് ഇഷ്ടം തോന്നുക, രണ്ടാമത്തെ പയ്യനോടാണോ ഇഷ്ടം തോന്നുക?
സെക്കൻഡ് പേഴ്സൺ. എന്തുകൊണ്ടാ? കാരണം അവൻ ആ റിജക്ഷനെ ഒരു പോസിറ്റീവായ രീതിയിലാണ് എടുത്തത്. ഇതേപോലെ പോസിറ്റീവായിട്ട് റിജക്ഷൻ എടുക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ഈ പറഞ്ഞ റിജക്ഷന്റെ അളവിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഈ ബിസിനസ്സിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. ആ റീറ്റെയിലിംഗിൽ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് വേണ്ടത്? റിസലയൻസ് വേണ്ടത്. നമുക്ക് മനക്കട്ടി വേണം. ആ മനക്കട്ടി നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇതോട് കൂടിയിട്ട് ബിസിനസ് അവസാനിക്കില്ല. ഒരാൾ നോ പറഞ്ഞാൽ അതുകൊണ്ട് ബിസിനസ് അവസാനിക്കില്ല. ഇനിയും ഒരുപാട് പേര് ഇന്ത്യയിലുണ്ട്, ഇനിയും ഒരുപാട് പേർക്ക് RCM അറിയാത്തതുണ്ട്. ഈ വീട് അല്ലെങ്കിൽ അടുത്ത വീട്, ഇദ്ദേഹവും എന്റെ കൂടെ വരും, അദ്ദേഹവും എന്റെ കൂടെ വരും. സോ നോ ഓൾവേസ് മീൻസ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ മൂന്നാമത്തെ ഗുണം വേണ്ടത് എന്താ? റിസലയൻസ്. ഇനി നാലാമത്തെ ഗുണം വേണ്ടതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അപ്ലൈനുമായിട്ട് എങ്ങനെയായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. ഓണർഷിപ്പ് മെന്റാലിറ്റി, കോച്ചബിൾ, അതുപോലെ തന്നെ റിസൈലൻസ്. ഇനി നാലാമത്തതാണ് നിങ്ങളുടെ അപ്ലൈനുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ്. അത് എങ്ങനെയായിരിക്കണം? പലപ്പോഴും ഭിന്നമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ ഒരു എന്താ പറയാ എതിരഭിപ്രായം വരുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോ നമ്മളെ കൊണ്ടുവന്ന വ്യക്തിക്ക് കുറച്ച് നാൾ നമ്മൾ ഇതിൽ വർക്ക് ചെയ്ത് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഒരു ഗ്രോത്ത് ഒക്കെ അച്ചീവ് ചെയ്യാൻ നമുക്ക് തോന്നും അത്ര ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ അത്ര അറിവില്ല, അല്ലെങ്കിൽ അത്ര സ്കില്ലില്ല എന്നുള്ളത് പലപ്പോഴും നമുക്ക് തോന്നും. പക്ഷെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹത്തിന് സ്കില്ലുണ്ടോ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതല്ല. അദ്ദേഹം ഈ ബിസിനസ്സിൽ നിങ്ങളുടെ അച്ഛനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സിസ്റ്റത്തിൽ ഇല്ല, നിങ്ങൾ ഈ സിസ്റ്റത്തെ പറ്റി അറിയുണ്ടാവില്ല, നിങ്ങൾ ഈ അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ അപ്ലൈനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ വേണം? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന്റെ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? റെസ്പെക്ട് കൊടുക്കണം. റെസ്പെക്ട് ഫോർ ടൈം. പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്ലൈനിനെ എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന സംശയങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊരു പുസ്തകത്തിൽ എഴുതി ഒരു വൈകുന്നേരം സമയം അദ്ദേഹത്തെ വിളിച്ച്, സാറേ ഫ്രീ ആണോ, ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് ഡൗട്ടുകൾ ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് തന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് വൈകിട്ട് നിങ്ങൾ വിളിച്ച് ഒറ്റ കോളിൽ ഈ പരിപാടി തീർത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഡൗട്ടിന് വിളിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ലീഡറിനോ അല്ലെങ്കിൽ ആ അപ്ലൈനിനോ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു ദിവസം എന്തോരം കാര്യങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ വീണ്ടും 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 വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒരിക്കൽ ഒരു അപ്പൂപ്പൻ, അദ്ദേഹത്തിന് ഗുരുവായൂർക്ക് പോകണം. അപ്പോ പുലർച്ചെയാണ് ബസ്. ഈ ബസ് എപ്പോ എവിടെ നിന്ന് എടുക്കും എന്തൊക്കെയാന്നുള്ളത് ആൾക്ക് അറിയില്ല. അപ്പൊ ആദ്യത്തെ കൊച്ചുമോനെ വിട്ടു. കൊച്ചുമോനോട് ചോദിച്ചു, ആ ബസ് എപ്പോ എടുക്കും എന്നുള്ളത് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവൻ ചെന്നു, ആളോട് ചോദിച്ചു ബസ് എപ്പോ എടുക്കും ചോദിച്ചു. അതിനുള്ള ഉത്തരം കിട്ടിയിട്ട് ആൾ ഇവിടെ വന്നു. അപ്പോൾ ആളോട് ചോദിച്ചു ബസ് എപ്പോഴാണ് അവിടെ എത്തുകയെന്ന് ചോദിച്ചാ, ഇല്ല അത് ഞാൻ ചോദിച്ചില്ല എന്നുള്ളത്. അങ്ങനെ ഇവൻ ഒരു 10-15 വട്ടം പോയി വന്നിട്ടാണ് ഈ അപ്പൂപ്പന് കിട്ടേണ്ട ഉത്തരങ്ങളൊക്കെ കിട്ടിയത്. എന്നാൽ രണ്ടാമത്തെ കൊച്ചുമോനെ അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് അയച്ചു. അവിടുന്ന് എന്തുണ്ട്? ഗുരുവായൂർക്ക് ഒരു ബസ് ഉണ്ട്. ഇവൻ അവിടെ ചെന്നു സകലമായ ഡീറ്റെയിലും, എന്തിന് ഓടിക്കുന്ന ഡ്രൈവറിന്റെ പേര് വരെ ആള് ചോദിച്ചു വന്നു. എപ്പോ വണ്ടി എടുക്കും, എവിടെയെങ്കിലും വല്ല നിർത്തോ, സ്റ്റോപ്പ് ഉണ്ടോ, എപ്പോ അവിടെ എത്തും, അവിടുന്ന് തിരിച്ചപ്പോ ബസ് ഉണ്ട്, ഇതൊക്കെ അവൻ ചോദിച്ചു മനസ്സിലാക്കി. അപ്പൊ ഇതില് രണ്ടാമത്തെ ആളാവാനാണ്, രണ്ടാമത്തെ കൊച്ചുമോനാവാനാണ് പല ആൾക്കാരും ആഗ്രഹിക്കുക, ശരിയല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ അപ്ലൈന്റെ സമയത്തിന് നമ്മൾ വില കൊടുക്കണം. നമ്മുടെ സമയത്തിന് നമ്മൾ വില കൊടുക്കണം. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ സമയം അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ഒരു പുസ്തകത്തിൽ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും എഴുതി വെക്കുക. എന്നിട്ട് വൈകിട്ട് ഒരു സമയത്ത് വിളിച്ച് ചോദിക്കുക, സാറേ ഫ്രീ ആണോ, എന്തെങ്കിലും തിരക്കിലാണ്, ഇത് ചോദിക്കണം. ഇതൊരു മര്യാദയാണ്. കാരണം നിങ്ങൾ ഇത് നിങ്ങളുടെ അപ്ലൈനോട് ചോദിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഡൗൺലൈൻ നിങ്ങളോട് ഇത് ചോദിക്കുള്ളൂ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ സാർ ഫ്രീ ആണോ, ഞാനൊരു കാര്യം സംസാരിച്ചോട്ടെ, എനിക്ക് കുറച്ച് ഡൗട്ടുകൾ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ എനിക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാമായിരുന്നു. അതാണ് നല്ലൊരു ലക്ഷണം ഡൗൺലൈൻ്റെ. സോ റെസ്പെക്ട് ഫോർ ടൈം, നിങ്ങളുടെയും നിങ്ങളുടെ അപ്ലൈന്റെയും. രണ്ടാമത്തെ കാര്യം, അപ്ലൈനിനെ എന്ത് ചെയ്യണം? എഡിഫൈ ചെയ്യണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. എഡിഫിക്കേഷൻ ഈ ബിസിനസിന്റെ പാർട്ട് ആൻഡ് പാർസലാ. ഉൽപ്പന്നങ്ങളെ എഡിഫൈ ചെയ്യണം, സിസ്റ്റത്തെ എഡിഫൈ ചെയ്യണം, കമ്പനിയുടെ MD-നെ എഡിഫൈ ചെയ്യണം. നമ്മൾ കാണുന്ന എല്ലാവരും, നമ്മുടെ കൂടെ അസോസിയേറ്റ് ആവുന്ന ആൾക്കാരെ എല്ലാവരും നമ്മൾ എഡിഫൈ ചെയ്യണം. പക്ഷെ ഇത്തിരി പ്രാധാന്യം ആർക്കും കൊടുക്കണം? നമ്മുടെ അപ്ലൈന് കൊടുക്കണം. കാരണം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് നല്ല കെയറോട് കൂടിയിട്ട്, നല്ല എനർജിയോട് കൂടി, എന്തൂസിയാസത്തോടു കൂടി കൊണ്ടുവന്ന ആൾക്കാരെ എല്ലായ്പ്പോഴും ചിലപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചില പ്രതിസന്ധികൾ വരും, ചില പ്രശ്നങ്ങൾ വരും, അവർക്ക് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ നമ്മുടെ അപ്ലൈനാണ്. കാരണം അത് തേർഡ് പാർട്ടിയാണ്.
ആ തേർഡ് പാർട്ടി അവിടെ എഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മുടെ അപ്ലൈനെ പറ്റിയിട്ട് പറയണം, എഡിഫൈ ചെയ്യണം. എവിടെയൊക്കെ പറ്റുന്നോ അവിടെയൊക്കെ നമ്മൾ എഡിഫൈ ചെയ്യണം. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നമ്മുടെ അപ്ലൈനെ നമ്മുടെ അസോസിയേറ്റ് ആയിട്ട് പരിചയപ്പെടുത്തുമ്പോൾ ഒരിക്കലും അസോസിയേറ്റിനെ അല്ല നമ്മൾ ആദ്യം പരിചയപ്പെടുത്തേണ്ടത്. അസോസിയേറ്റിനോട് പറയണം, ഇതെന്റെ ഗ്രേറ്റ് ലീഡർ ആണ്, എന്റെ ഗ്രേറ്റ് മെന്റർ ആണ്, അദ്ദേഹം ഇന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് ശേഷം വേണം നമ്മുടെ അസോസിയേറ്റിനെ പരിചയപ്പെടുത്താം. പലപ്പോഴും എന്താ സംഭവിക്കുക, അസോസിയേറ്റിനെ അങ്ങോട്ട് വാനോളം പുകത്തും. കഴിവുണ്ടായിരിക്കും, ഒരു സംശയമില്ല, നല്ല എക്സ്ട്രോർഡിനറി കഴിവുണ്ടാകും, നല്ല തസ്തികയിൽ ഇരിക്കുന്ന ആളായിരിക്കും. പക്ഷെ ഇൻ ദിസ് ബിസിനസ് യുവർ അപ്ലൈൻ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ യു ഹാവ് റൈറ്റ് നൗ. കാരണം അത് പ്രൂവൺ ആണ്, ആൾ എക്സ്പീരിയൻസ്ഡ് ആണ്, ആൾക്ക് അതിനുള്ള കഴിവുണ്ട്, അതുകൊണ്ടാണ് ആൾ പിന്നിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ദാറ്റ് നിങ്ങളുടെ അപ്ലൈനെ വേണം നിങ്ങൾ എഡിഫൈ ചെയ്യാൻ. എവിടെ പ്രോഗ്രാം ഉണ്ടോ, എന്റെ അപ്ലൈൻ പറയാറുണ്ട്, എന്റെ അപ്ലൈൻ എപ്പോഴും പറയുന്ന ഒരു വാചകം ഉണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. ഇത് പറയുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു ആകാംക്ഷ വരും, ആരാ ഈ അപ്ലൈൻ, ആരാ ഈ അപ്ലൈൻ, ആരാ അപ്ലൈൻ. അങ്ങനെ ഒരു വലിയ പ്രോഗ്രാമിൽ ഈ അപ്ലൈനെ കാണുമ്പോൾ മമ്മൂട്ടിനും മോഹൻലാലിനെയും കണ്ടൊരു എഫക്റ്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് തോന്നും, യെസ് ഞാൻ മീറ്റ് ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിനെയാണ്. പിന്നെ ആ സെലിബ്രിറ്റി എന്ത് പറഞ്ഞാലും ഇവർ കേൾക്കാൻ റെഡി ആയിരിക്കും. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ എന്തെങ്കിലും ജോലി തിരക്കോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളാൽ മാറി നിൽക്കേണ്ടി വന്നാൽ അവരെ കെയർ ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ അപ്ലൈനാണ്. അതുകൊണ്ട് പൊത്തിപ്പിടിച്ച് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കില്ല. അതായത് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെ കൊണ്ടുപോയില്ലേ, ആരും വേണ്ട, അച്ഛനും വേണ്ട അമ്മയും വേണ്ട, ഞാൻ മാത്രം നിങ്ങളെ നോക്കിയാൽ മതി. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോ കുഴിയിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു എഡിഫൈ യുവർ ലൈഫ്. ആൻഡ് അടുത്തതാണ് എന്താ, നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും മുകളിലോട്ട് കൊടുക്കാനുള്ളതാണ്, പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും താഴോട്ട് കൊടുക്കാനുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നെഗറ്റിവിറ്റി നിങ്ങൾക്കുള്ളിൽ ഉണ്ടായിരിക്കും. കാരണം ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഇഷ്ടം പോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും. ടീമിൽ വളർച്ച വരുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഈ സമയത്തൊക്കെ നമ്മൾക്ക് കേൾക്കുന്നതും കിട്ടുന്ന കംപ്ലൈന്റുകളും നമ്മൾ അറിയിക്കേണ്ടത് നമ്മുടെ താഴെത്തട്ടിലുള്ള ആൾക്കാരോടല്ല, പകരം ആരോടാ, അപ്ലൈനോടാണ്. കാരണം അതിന് സൊല്യൂഷൻ തരാൻ പറ്റുന്നത് അപ്ലൈൻ മാത്രമാണ്. മറ്റേതെന്ന് പറയുമ്പോൾ ഒരു ചാനൽ ചർച്ച പോലെ ഇരുന്ന് സംസാരിക്കാൻ എന്നല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും മുകളിലോട്ടും, പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ, താഴോട്ടും. എന്ത് പോസിറ്റീവ് കാര്യം കിട്ടിയാലും, ഇപ്പൊ ഇന്നലെ നമുക്ക് ഇഷാ വശിഷ്ഠ മാഡം RCM ഇന്ത്യയില് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത സംഭാവനയ്ക്ക് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്നതും അതിനെ പ്രതിനിധീകരിക്കുന്ന യൂണിയൻ മിനിസ്റ്റർ, ഹെൽത്ത് യൂണിയൻ മിനിസ്റ്റർ അതിനൊരു അംഗീകാരം കൊടുത്തു, ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇതൊരു പോസിറ്റീവ് കാര്യമാണ്. ഈ പോസിറ്റീവ് കാര്യം നമ്മൾ എത്ര പേരെ വിളിച്ചറിയിച്ചു, എത്ര പേർക്ക് നമ്മൾ മെസ്സേജ് ഇട്ടു, എത്ര പേരോട് ഇത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. ശരിയല്ലേ? എന്നൊരു നെഗറ്റീവ് കാര്യം കിട്ടിയാലോ നമ്മൾ എല്ലാവരോടും വിളിച്ചു പറയും, സ്റ്റാറ്റസ് ഇടും, ചിലപ്പോൾ ആൾക്കാരോട് പറയും അത് ഇത് ഒക്കെ. കാരണം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നെഗറ്റീവ് ഉണ്ടാവാൻ നിമിഷ നേരം മതി. ആൾക്കാർക്ക് നെഗറ്റീവ് മതി, അല്ലെ? രോഗം പടർന്നു എന്നാണ് ഇപ്പോഴും പറയാ, അല്ലെ? നന്മ പടർന്നു എന്ന് ഒരിക്കലും പറയാം, അതിന് സമയമെടുക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ആ നെഗറ്റീവ് താഴോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് നിശ്ചലമാവുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ല. ഇപ്പോ കുറച്ച് നാളായിട്ട് സിസ്റ്റത്തിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുക, പണി നടന്നുകൊണ്ടിരിക്കുക, അല്ലെ? നല്ല കനത്തിലുള്ള പണി നടന്നുകൊണ്ടിരിക്കുക. ഈ പണി നടക്കുമ്പോൾ നമ്മൾ ഇതിനെ പോസിറ്റീവായിട്ട് സമീപിക്കണം. കാരണം കമ്പനി വളരുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, ഇത്രയും ആൾക്കാർ ഒരു സൈറ്റിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ അതിന് സിസ്റ്റം അപ്ഡേഷൻ വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അത്രയും ആൾക്കാർ വരുന്നുണ്ട്, അത്രയും ജോയിനിങ് നടക്കുന്നുണ്ട്, അത്രയും ഷോപ്പുകൾ വരുന്നുണ്ട്. ഇതിനൊക്കെ അപ്ഡേഷൻ ഇല്ലാതെ എങ്ങനെ ബിസിനസ് മുന്നോട്ട് പോവുക? അപ്പൊ ഈ അപ്ഡേഷനെ പോസിറ്റീവ് ആയിട്ട് നമ്മൾ കാണാം. അല്ലാതെ എത്ര ദിവസമായി ഇത് ഗ്രൂപ്പിൽ ബില്ല് കാണാൻ പറ്റുന്നില്ല, പർച്ചേസ് റിന്യൂവൽ ഗ്രൂപ്പ് എടുക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ നിങ്ങൾ ആയ കാലത്ത് എടുത്തിരുന്നു, അതാണ് ചോദ്യം. ഇപ്പൊ എന്നെ കുറെ പേര് വിളിച്ചു ചോദിക്കും, പർച്ചേസിന് ഒരു ഗ്രൂപ്പ് സാറെ കിട്ടുന്നില്ല. ഇവരൊക്കെ ആദ്യമായിട്ട് തന്നെ വിളിക്കുന്നത്, ഇതിന് മുന്നേ ഇവരെ തൊട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു ഓപ്ഷൻ പോയപ്പോഴാണ് അതിന്റെ വില മനസ്സിലാവുന്നത്, അതിന്റെ മുന്നേ അതിന്റെ വില മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോ നെഗറ്റീവായിട്ടല്ല അതിനെടുക്കേണ്ടത്, പോസിറ്റീവായിട്ട്. ടീമിന് ആൾക്കാർ വിളിക്കും, എന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, സാറേ ഡിസ്പ്ലേ ബോർഡ് ബില്ലടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ വരും, ശരിയാവും, കാത്തിരിക്കുക. ഗുഡ് തിങ്സ് ഹാപ്പൻ ടു ദോസ് ഹു വെയിറ്റ്. ആരാണോ കാത്തിരിക്കുന്നത് അവരിലേക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരൂ എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യം. ഗുഡ് തിങ്സ് കം ടു ദോസ് ഹു വെയിറ്റ്. അപ്പോ കുറച്ച് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവണം. സമയമെടുക്കും. കാരണം എന്താ, ഇതൊരു വലിയ മാറ്റ. ഇത്രയും വലിയ ഡാറ്റാബേസ് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു പ്രോഗ്രാമിലേക്ക് ആക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ സമയമെടുക്കും. നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതിയെന്നേ. അതുകൊണ്ട് ചോർന്നു പോകുന്ന ബിസിനസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അങ്ങനെ പോവാണെങ്കിൽ പൊക്കോട്ടെ. അങ്ങനെ വിശ്വാസമില്ലാത്ത ആൾക്കാർ പിന്നെ എന്തിനാ നമ്മുടെ കൂടെ നിൽക്കുന്നേ? അടിയുറച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിലേ കാര്യമുള്ളൂ. അതിനുള്ള പരീക്ഷണങ്ങളാണ് ഇത്തരത്തിലെ ഗ്യാപ്പുകൾ
വരുന്നത്. അപ്പൊ അത് വന്നോട്ടെ, കുഴപ്പമില്ല, അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് വേവലാതി ഉണ്ടാവും, സാറേ ഇത് എന്താ വരാത്ത, എന്ന് വരും. അത് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് അപ്ലൈനെ വിളിച്ച് പറയാം, സാറേ എന്നാ വരും, എങ്ങനെ. താഴെ അവർ ചോദിക്കും, സാറേ ഇത് എന്താ വരും, അതുകൊണ്ട് തന്നെ വരും, ഡോണ്ട് വറി, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചാൽ മതി, ബാക്കി നമുക്കത് വരുമ്പോൾ ഷട എന്ന് പറഞ്ഞ് ചെയ്യാം. അതാണ് നമ്മുടെ മെന്റാലിറ്റി ആവേണ്ടത്. അപ്പൊ നിങ്ങളുടെ അപ്ലൈനെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഒന്നാണ് റെസ്പെക്ട്, രണ്ടാണ് എഡിഫിക്കേഷൻ, മൂന്നാണ് എന്താ, നെഗറ്റിവിറ്റി മുകളിലോട്ടും താഴോട്ട് വേണം നമ്മൾ പോസിറ്റിവിറ്റി കൊടുക്കാൻ വേണ്ടി. എന്ന് വെച്ച് എപ്പോഴും നെഗറ്റിവിറ്റി പറയാൻ വേണ്ടി മുകളിലോട്ട് വിളിക്കരുത്, പോസിറ്റിവിറ്റി പറയാൻ മുകളിലോട്ട് വിളിക്കണം. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തകളോ ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ഒരു വേദിയാണ് ആര്, നിങ്ങളുടെ അപ്ലൈൻ. അപ്പോ ഇതാണ് 4ാമത്തെ പോയിന്റ്, അപ്ലൈനുമായിട്ടുള്ള ഡൗൺലൈന്റെ ബന്ധം. ഇനി 5ാമത്തെ പോയിന്റ് ആണ് സീറോ ക്രോസ് ലൈനിങ്. എന്താ സീറോ ക്രോസ് ലൈനിങ് എന്ന് പറഞ്ഞാൽ? സീറോ ക്രോസ് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എവിടെയാണോ നിയമിച്ചിരിക്കുന്നത്, നമ്മളെ എവിടെയാണോ പൊസിഷൻ ചെയ്തിരിക്കുന്നത്, അവിടുത്തെ കാര്യം മാത്രം നമ്മൾ നോക്കുക. അപ്പുറത്തെ പറമ്പിൽ പുല്ലുണ്ടോ, അപ്പുറത്തെ പറമ്പിൽ വാഴയുണ്ടോ, അപ്പുറത്തെ പറമ്പിൽ അതുണ്ടോ ഇതുണ്ടോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ പറമ്പിൽ എന്തുണ്ട്, നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ടീമിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അയാൾ ആ ടീമിന് വേണ്ടി അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നു, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു നല്ല പിടുക്കനുണ്ടിട്ട് അവനെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ക്രോസ് ലൈനിങ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. സീറോ ക്രോസ് ലൈനിങ് ആയിരിക്കണം ഒരു നല്ല ഡൗൺ ലൈൻ. അപ്പുറത്തും ഇപ്പുറത്തും കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ എവിടെയാണോ നിയമിച്ചിരിക്കുന്നത്, നമ്മൾ എവിടെയാണോ വന്നിരിക്കുന്നത്, അവിടെ കൃത്യമായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും എന്നുള്ളത് ഈ ബിസിനസ്സിൽ നമ്മുടെ ഏറ്റവും ഗ്രേറ്റ് മെന്റർ ആയിട്ടുള്ള മൂർത്തി സാറ് തെളിയിച്ച കാര്യം. കാരണം അപ്ലൈൻ ആരാന്നറിയില്ല, ഡൗൺ ലൈൻ ആരാന്നറിയില്ല. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന് അദ്ദേഹം സഫയർ ആയിട്ട് മാറി. സോ നിങ്ങൾ എവിടെയാണോ അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. അപ്പുറത്തും ഇപ്പുറത്തും എന്ത് നടക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ബോധറേഷൻ അല്ല, നിങ്ങളുടെ ടീമിൽ എന്ത് നടക്കുന്നു, നിങ്ങൾ മുഖേന എന്ത് നടക്കുന്നു, അത് മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ഒരിക്കൽ ഒരു ധനികനായിട്ടുള്ള വ്യക്തി, അയാൾക്ക് വലിയ വീടുണ്ട്, 4 കാറുകളുണ്ട്, നല്ലൊരു ഭാര്യയുണ്ട്, 3-4 കുട്ടികളുണ്ട്. അങ്ങനെ സന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതം അയാൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അയാൾ കണക്ക് നോക്കുകയാണ് കമ്പ്യൂട്ടറിൽ, അദ്ദേഹത്തിന്റെ കമ്പനിയുടെ. അങ്ങനെ കണക്ക് നോക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് വന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മെസ്സേജ് ഓപ്പൺ ചെയ്തപ്പോ അവിടെ വലിയൊരു അക്ഷരത്തിൽ ഒരു പേര് കണ്ടു. ആ പേര് കണ്ട ഉടനെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കുളിർമഴ വന്നു. പേരായിരുന്നു സുശീല. ആ പേര് കണ്ട ഉടനെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയൊരു സന്തോഷം വന്നു. ഒരു പരസ്യമുണ്ട്, മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയെന്ന്. എന്തുകൊണ്ട് ലഡ്ഡു പൊട്ടിയെ? കാരണം കലാലയ ജീവിതത്തിൽ ഈ സുശീലയുടെ കയ്യും പിടിച്ചിട്ടാണ് അദ്ദേഹം നടന്നിരുന്നത്. എന്നെങ്കിലും ഒരു നാൾ കല്യാണം കഴിക്കുന്ന ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ചില കാരണത്താൽ അത് നടന്നില്ല. ഇന്ന് സുശീല വേറെ കെട്ടിപ്പോയി, ഇദ്ദേഹം വേറെ കിട്ടി. അങ്ങനെ സുശീലയിൽ നിന്ന് ഒരു മെസ്സേജ് വരികയാണ്, ചേട്ടാ ആ സുഖമാണോ എന്നുള്ളത്. ഇതിനും വരെ എന്ത് സുഖം ഇനി വേണ്ടേ? കാറുണ്ട്, ബംഗ്ലാവുണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെ സുശീല ഇല്ലല്ലോ. അപ്പൊ ഹൗ ആർ യു എന്നൊരു മെസ്സേജ് കണ്ടപ്പോൾ ഇയാളുടെ ഉള്ളിൽ വല്ലാത്തൊരു ലഡ്ഡു പൊട്ടി. അങ്ങനെ ഇയാൾ തിരിച്ചൊരു മെസ്സേജ്, എനിക്ക് സുഖം, നിനക്ക് സുഖാണോ? ഓ എനിക്കും സുഖ ചേട്ടാ, നമുക്കൊന്ന് കാണണ്ടേ മോനെ, മനസ്സിൽ അടുത്ത ലഡ്ഡു പൊട്ടി. പിന്നെ ഇനി എന്താ വേണ്ട? അപ്പൊ എവിടെ കാണണം? അത് നമുക്ക് എടുത്തുള്ള ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ കാണാം, ഒരു കാപ്പി കുടിച്ച് സംസാരിക്കും. പിന്നെന്താ എന്ന് പറഞ്ഞ് വേഗം ആ ലാപ്ടോപ്പ് ആൾ അടച്ച് വേഗം പോയി എവിടേക്ക്? ബ്യൂട്ടി പാർലറിലേക്ക്. അതുവരെ നരച്ച മുടിയായിട്ട് നടന്ന ആള്, ഭാര്യ നിരന്തരമായിട്ട് പറയും ഡോ ഡൈ അടിക്ക് തന്തേ പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആള് കേൾക്കാതെ ആളെന്ത് ചെയ്തു? ആള് വേഗം ബ്യൂട്ടി പാർലറിൽ പോയി മുടിയൊക്കെ ഡൈ ചെയ്ത് ഫേഷ്യലൊക്കെ ചെയ്ത് ഏത് ഫംഗ്ഷന് പോയാലും ഭാര്യയുടെ കൂടെ പോയ ഒരു മാച്ചിങ് ഉണ്ടാവാല്ലോ. കാരണം ഇയാൾ ഏതെങ്കിലും പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ വരിക, ഇത്തിരി പിഷ്കനാ. അന്ന് അയാൾ പെട്ടിയിലുള്ള നല്ല പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് പാന്റൊക്കെ ഇട്ടപ്പോ ഭാര്യ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്താ പരിപാടി? ഒരു പരിപാടി ഒന്നുമില്ല, നമ്മുടെ ഒരു ക്ലയന്റ് വരുന്നുണ്ട്, ആ ക്ലയന്റിനെ ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മളൊന്ന് വെൽ ഡ്രസ്ഡ് ആയിട്ട് പോണ്ടേ എന്ന് പറഞ്ഞു. ഭാര്യയ്ക്ക് അപ്പൊ തന്നെ ഡൗട്ട് തോന്നി. കാരണം ക്ലയന്റിനെ പ്രീതിപ്പെടുത്താൻ അത്ര അടിക്കേണ്ട ആവശ്യമില്ല, ഇയാൾ അത്ര അടിയോടടി. അങ്ങനെ ഇയാൾ അത്രയൊക്കെ അടിച്ച് ഇയാള് വീട്ടിൽ വന്ന് കയറുന്ന സമയത്ത്, അതായത് ഈ ഡ്രസ്സൊക്കെ ഇടുന്നേക്കാളും മുന്നേ ഡ്രൈവറിനോട് പറഞ്ഞിട്ടുണ്ട് വണ്ടി പോളിഷ് ആക്കി ഇടണം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ തിരിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോ വണ്ടി കഴുകി കഴിഞ്ഞിട്ടില്ല. ഇയാള് ഡ്രൈവറിനെ ഒക്കെ തള്ളി മാറ്റി, നിക്ക് ഞാൻ കഴുകാന്ന് പറഞ്ഞു അയാൾ ബക്കറ്റ് വെള്ളം എടുത്ത് അയാൾ കഴുകൊണ്ടിരിക്കുക. അങ്ങനെ കഴുകി എല്ലാം സെറ്റപ്പ് ആക്കി വണ്ടി കയറി 100-150 കേട്ടാ. അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസ് ഈ പെണ്ണുമ്പുള്ളെത്തുന്നേക്കാളും ഒരു അരമണിക്കൂർ മുന്നേ ഇയാളെത്തി. അവിടെ ഒരു നല്ലൊരു സ്ഥലം നോക്കി അവിടെ ഇരുന്നു വളരെ
സുമുഖനായിട്ട് സുന്ദരനായിട്ട് അക്ഷമയോട് കൂടിയിട്ട് ആള് കാത്തിരുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ സുശീല കടന്നു വന്നു. ഒരുപാട് കൊല്ലത്തെ ശേഷം കാണുന്ന സുശീലയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അന്ന് കണ്ട അതേ സുശീല തന്നെ, കല്യാണം കഴിഞ്ഞാലും കുട്ടികളായാലും സുശീല തന്നെ. അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ മൂന്നാമത്തെ ലഡ് പൊട്ടി. സുശീല വന്നിരുന്നു, ഇവര് സംസാരിച്ചു. 1 മണിക്കൂറോളം ഇവർ സംസാരിച്ചു. വീട്ടിലെ വിശേഷം, കുട്ടികളുടെ വിശേഷം, അങ്ങനെ എല്ലാം സംസാരിച്ചു. ഈ സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് തോന്നി, ഇനി വീടും വേണ്ട, കുട്ടികളും വേണ്ട, ഭാര്യയും വേണ്ട, സുശീല മാത്രം മതി എന്റെ കൂടെ എന്നുള്ളത്. അങ്ങനെ 1 മണിക്കൂറിലെ നീണ്ട സംസാരം കഴിഞ്ഞ് സുശീല അദ്ദേഹത്തിന്റെ കൈന്റെ മേലെ കൈവച്ച് ചോദിച്ചു, എന്നാ പിന്നെ ചേട്ടാ ഒരു ജീവൻ പോളിസി നമ്മൾ എടുക്കല്ലേ എന്നുള്ളത്. അതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ജീവൻ ശാന്തി പോളിസി ആയിട്ട് മാറി. ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, നല്ല 3-4-5 കാറുണ്ട്, വലിയൊരു ബംഗ്ലാവ് ഉണ്ട്. പക്ഷെ ആൾക്ക് സുശീല മതി. എന്നിട്ട് എന്തായി? സുശീല വന്നത് LICയുടെ ഒരു പോളിസി എടുപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചൊരു റീ എൻട്രി ഒന്നുമില്ല. ഇങ്ങനെ ഒരുപാട് സുശീലമാര് വരും. ഇവിടെ ആരെങ്കിലും സുശീല എന്നുള്ള പേരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാനത് ജസ്റ്റ് കഥയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ള, എനിക്ക് ഈ ചാറ്റിന്റെ ഇടയിൽ നോക്കാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് വരും നിങ്ങളെ കൊണ്ടുപോകാനും മോഹിപ്പിക്കാനും വേണ്ടി. നിങ്ങൾ അങ്ങനെ ഒരാളായിട്ട് മാറി. സീറോ ക്രോസ് ലൈനിങ്. എവിടെ വന്നോ അവിടെ നിൽക്കുക. ബി വെർ യു ആർ, ബി വെർ യു ആർ. നിങ്ങൾ ചെടികളെ നോക്കൂ, നിങ്ങൾ മരങ്ങളെ നോക്കൂ. കൊല്ലങ്ങളായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വളരുന്നതാ, ശരിയല്ലേ? മരത്തിന് ഇടയ്ക്ക് പറയും എനിക്ക് ബോറടിച്ചു, ഇവിടെ എന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ പോയി, ഞാൻ സോറി, ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകും. മരം പോവോ? ഇല്ല. മരം അതിനും വേഗത്തിൽ വേരോട് കൂടിയിട്ട് ശക്തിയായിട്ട് അവിടെ വളരും. അപ്പൊ നമ്മൾ പറയും, നോക്കിയ ആൽമരം എന്താ ഇടുപ്പ്, അതിന്റെ മുമ്പിൽ പോയിട്ട് 2 ഫോട്ടോ എടുക്കാം. അങ്ങനത്തെ മരങ്ങളുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും, ശരിയല്ലേ? ഒരു കാറ്റ് വന്ന് ഒടിഞ്ഞു പോകുന്ന മരത്തിന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കില്ല. അപ്പൊ എവിടെയാണോ അവിടെ അടിയുറച്ച് പ്രവർത്തിക്കുക. അപ്പത്തിപ്പത്തെന്ത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ ബോധറിയേണ്ട ആവശ്യമില്ല. കണ്ണൂർ ടീമിന് ബിസിനസ് വരുന്നുണ്ടോ, കോഴിക്കോട് ടീമിന് ബിസിനസ് വരുന്നുണ്ടോ, അവിടെ ബിസിനസ് വരുന്നുണ്ട്, ഇവിടെ ബിസിനസ്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവരുടെ ജോലി അവർ ചെയ്യും. നമ്മുടെ ജോലി എന്താണോ നമ്മൾ അത് ചെയ്യാം. അവര് നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ്, നമ്മൾ നന്നായി ചെയ്യുന്നുണ്ടെങ്കിലോ അത് നമ്മുടെ കഴിവ്. ആ കഴിവ് കൂട്ടാനാണ് നമ്മൾ നോക്കേണ്ടത്. സോ 5-ാമത്താണ് സീറോ ക്രോസ് ലൈനിങ്. ആൻഡ് 6-ാമത്തതാണ് ഇന്റഗ്രിറ്റി. എന്താണ് ഇന്റഗ്രിറ്റി? ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 കാര്യങ്ങളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നാണ് മണിയുടെ കാര്യത്തിലും ഇന്റഗ്രിറ്റി വേണം, അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളുടെ കാര്യത്തിലും ഇന്റഗ്രിറ്റി വേണം. ഇത് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആവശ്യം അറിയോ? നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പോകുമ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം, ഉൽപ്പന്നത്തിന്റെ വാല്യൂ എന്താണോ ആ വാല്യൂവിനേക്കാളും കുറച്ച് കൊടുക്കും. അതായത് ലെസ് ദൻ ദ വാല്യൂ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് ഉൽപ്പന്നത്തെക്കാളും ഗുണമേന്മ വെച്ച് നോക്കുകയാണെങ്കിലും റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിലും ന്യായമായ ഒരു റേറ്റിലാണ് അത്രയും ഗുണമേന്മയുള്ള ഉൽപ്പന്നം കിട്ടുന്നത്. വാല്യൂ ഫോർ മണിയാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും. എന്നിട്ടും നമ്മൾ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ വില കുറച്ച് നമ്മൾ കൊടുക്കരുത്. പകരം ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുത്തോ, എന്തായാലും ചേച്ചി ഇത്രയും പർച്ചേസ് ചെയ്തല്ല, ഞാൻ ഒരു പ്രൊഡക്റ്റ് അങ്ങോട്ട് ഫ്രീ ആയിട്ട് തരാം. അപ്പൊ ഒരു പ്രൊഡക്റ്റ് കൂടി അയാൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരമാണ് അവിടെ തുറന്നു വരുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഉൽപ്പന്നത്തിന്റെ മൂല്യം നമ്മളായിട്ട് കുറയ്ക്കാൻ പാടില്ല. കാരണം നമ്മളൊരു ഉൽപ്പന്നം കൊടുത്തിട്ട് അതിന്റെ ഒരു 10 രൂപ നമ്മൾ കുറച്ചാൽ അയാൾക്ക് മനസ്സിലാവും ഇത് ഇനിയും കുറയും എന്നുള്ളത്. അയാൾ ഇനിയും നിങ്ങളുടെ നിന്ന് എന്ത് ചോദിക്കും, ഡിസ്കൗണ്ട് ചോദിക്കും. പിന്നെ ഒരിക്കലും അയാൾ ആ പഴയ റേറ്റിലേക്ക് സാധനങ്ങൾ മേടിക്കില്ല. അപ്പൊ ഓൾവേസ് റിമെമ്പർ, നിങ്ങൾ MRP സെയിൽ ചെയ്യുമ്പോൾ ഒരിക്കലും അതിന്റെ വാല്യൂ കുറച്ച് നമ്മൾ കൊടുക്കാൻ പാടില്ല. ചില ആൾക്കാർ DP തന്നെ കുറച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ എന്ത് ലാഭം അവർക്ക് കിട്ടുന്നതെന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് അറിയില്ല. പക്ഷെ ഒരു കാരണവശാലും നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വാല്യൂ നമ്മളായിട്ട് കുറയ്ക്കാൻ പാടില്ല. 2-ാമത്തെ അതിൽ വരുന്ന സബ് പോയിന്റ് ആണ്, ആരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യരുത്, ഡോണ്ട് ലെൻഡ് മണി. കാശ് ആരുടെ കയ്യിൽ നിന്നും കടം മേടിക്കരുത്. കടം സമം അപകടം, ബന്ധം പോകുന്നേ. നിങ്ങൾക്ക് ഇനി അത്രയും സാമ്പത്തിക പ്രതിസന്ധി വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ളതോ വിശ്വസിക്കാൻ പറ്റുന്നതോ നിങ്ങൾക്ക് അതിനുള്ള കാലതാമസം തരുന്ന ഒരാളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ഒരിക്കലും ബിസിനസ്സിൽ പണമിടപാട് നടത്തരുത്. അത് ഗുണത്തെക്കാളും കൂടുതൽ ദോഷം ചെയ്യും. കാരണം ഇത് കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മെന്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ നിന്ന് കടം മേടിക്കാൻ പോകുന്ന പോലെ. ഇത് ഇന്നൊന്നല്ല, ഈ ഭൂമി ഉണ്ടായ ആ സമയം തൊട്ട് എല്ലാവരും മെന്റാലിറ്റി ഇത് തന്നെയാണ്. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ബിസിനസ്സിൽ പണമിടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വാങ്ങരുത്. ബിസിനസ് ആവശ്യങ്ങൾക്ക് വാങ്ങിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത രീതിയിൽ ഒരു കാരണവശാലും പണമിടപാടുകൾ ഉണ്ടാവാൻ പാടുന്നതല്ല. അത് ഗുണത്തെക്കാളും കൂടുതൽ ദോഷമേ
ചെയ്യൂ. നിങ്ങളുടെ ബന്ധം പോകാൻ ചിലപ്പോൾ അത് മതി. കാരണം ഞാനിപ്പോ ഒരാൾക്ക് ഒരു 1000 രൂപ, 2000 രൂപ, 3000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക. അത് കൊടുത്തിട്ട് അയാൾക്ക് എന്തെങ്കിലും സാഹചര്യവശാൽ തിരിച്ചു തരാൻ പറ്റില്ല, ആളുടെ പ്രവർത്തിക്കണം എനിക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് പിന്നീട് അതിന്റെ ഒരു അത്യാവശ്യം വന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അതിൽ എടുക്കാനില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാം വന്ന ഒരാള് പിന്നെ ഞാൻ ചോദിക്കൂലെന്ന് വെച്ചിട്ട് പ്രോഗ്രാം വരാതിരിക്കും, പിന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാതിരിക്കും. അങ്ങനെ അയാൾ പതുക്കെ പതുക്കെ സിസ്റ്റത്തിൽ നിന്ന് ഔട്ടാവും. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ഷോപ്പ് നടത്തുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ റീറ്റെയിൽ ചെയ്യുന്ന ആളായിക്കോട്ടെ, പണമിടപാട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, നമ്മൾ വെക്കരുത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കടം കൊടുക്കരുത്, കടം വാങ്ങരുത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതില് മൂന്നാമത്തെ പോയിന്റ് ആണ് എന്താ, പ്രൊഡക്റ്റുകൾ. ഡോണ്ട് ലെൻഡ് പ്രൊഡക്ട്സ്. ഡോണ്ട് ലെൻഡ് പ്രൊഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടെ സാധനം കൊണ്ടെത്തിയിട്ട് ചേച്ചി പിന്നെ കാശ് തന്നാൽ മതി, നോ, പിന്നെ കാശ് കിട്ടലുണ്ടാവില്ല. അപ്പൊ മേടിക്കാൻ പറ്റുമോ, ഏറ്റവും ബെസ്റ്റ്. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പിന്നത്തേക്ക് വെക്കരുത്. പലപ്പോഴും നമ്മൾ വലിയൊരു രീതിയിൽ സാധനങ്ങൾ കൊണ്ടു കൊടുക്കും, എന്നിട്ട് പറയും ചേച്ചി കാശ് ഞാൻ വന്ന് മേടിക്കാം പിന്നെ, അല്ലെങ്കിൽ അവർ പറയും പിന്നെ തരാം. നോ, അത് ഇപ്പൊ തരും. ഇവരൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം മേടിക്കാനേ കാശ് കൊടുത്തിട്ടല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളോട് ഈ വേർതിരിവ് കാണിക്കുന്നത്? കാരണം നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാന്നാണ് അവർക്ക് തോന്നുന്നത്. ഒരിക്കലും അങ്ങനെ തോന്നാൻ പാടില്ല. ചേച്ചി എടുക്കണമെങ്കിൽ എടുക്കുക, കാശ് അല്ലെങ്കിൽ ഞാൻ അത് കൊണ്ടുപോകാം. കാരണം ഇത് എനിക്ക് അവിടുന്ന് കടത്തിനല്ല കിട്ടുന്നത്. ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ എനിക്കിത് കടത്തിനല്ല കിട്ടുന്നത്, കാശ് കൊടുത്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിത് കാശ് കിട്ടിയേ പറ്റുന്നാൽ എനിക്കത് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. സോറി, എന്റെ കമ്പനി കടം തരുന്നില്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് തരാൻ നിർവാഹമില്ല. വേണമെങ്കിൽ ഞാനൊരു ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരാം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യരുത്, നമ്മൾ ലെൻഡ് ചെയ്യരുത്. അപ്പൊ ഇത് നിങ്ങളുടെ ഇന്റഗ്രിറ്റി ആണ്. കാശിനെ വെച്ചും പ്രൊഡക്റ്റിനെ വെച്ചും ഒരിക്കലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഡോണ്ട് കോംപ്രമൈസ് യുവർസെൽഫ്. നിങ്ങളെ തന്നെ പരിതാപകരമായ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ കാശിനോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളോ കൈകാര്യം ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോ ആറാമത്തെ പോയിന്റ് ആണ് ഇന്റഗ്രിറ്റി വിത്ത് മണി ആൻഡ് പ്രൊഡക്റ്റ്. ഇനി ഏഴാമത്തെ പോയിന്റ് ആണ് പ്രസന്റ് ദ ബിസിനസ് റിയലിസ്റ്റിക്. നമ്മള് ഡൗൺലൈൻസ് തുടക്കത്തില് നമുക്ക് ഈ ബിസിനസിനെ പറ്റി പറയുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും അയാൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ചിലപ്പോ നമ്മൾ ചില രീതിയിലുള്ള ഒരു തള്ളല് തള്ളും. ആ തള്ളല് ഗുണത്തെക്കാളും കൂടുതൽ ദോഷം ചെയ്യും. എന്തുകൊണ്ടാ? കാരണം പിന്നീട് അതിന്റെ യാഥാർത്ഥ്യം അവര് മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസന്റ് ദ ബിസിനസ്, പ്രസന്റ് ദ ബിസിനസ് റിയലിസ്റ്റിക്കലി. എന്താണോ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് അതിനെ റിയലിസ്റ്റിക് ആയിട്ട് പറയാം. വന്ന പാടെ നിങ്ങൾക്ക് സ്റ്റാർ ആവാം അല്ലെങ്കിൽ ഇത്ര വരുമാനം കിട്ടും എന്നുള്ളതല്ല. നിങ്ങളുടെ വരുമാനം പറയുമ്പോഴും കമ്പനിയുടെ നേട്ടങ്ങളെ പറ്റി പറയുമ്പോഴും കൃത്യതയോട് കൂടിയിട്ട് വ്യക്തതയോട് കൂടി എന്താണോ യാഥാർത്ഥ്യം അതിൽ ഉറച്ചു നിന്നിട്ട് നമ്മൾ പറയാം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ബോണസ് കിട്ടും, എല്ലാ മാസവും ബോണസ് കിട്ടും. ആ ബോണസ് കിട്ടണമെങ്കിൽ അതിലേക്ക് എത്താനുള്ള വഴി കുറച്ച് പണിയുള്ളതാണെന്ന് പലപ്പോഴും അത് പറഞ്ഞു കൊടുക്കില്ല. അതുകൊണ്ടാണ് ആൾക്കാർ വിട്ടുപോകുന്നത്. കാരണം നമ്മൾ സെറ്റ് ചെയ്യുന്നത് തന്നെ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ്. സാർ ഒന്ന് വന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ബാക്കി നിങ്ങൾ നോക്കുവോ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല, പിന്നെയാണ് ഇനി വരുന്ന ആളുടെ ഫുൾ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കാരണവശാലും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ബിസിനസ്സിനെ ഒരാളുടെ അടുത്തേക്ക് എത്തിക്കരുത്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, തുടക്കത്തില് നമ്മൾ അപ്ലൈന്റെ കൂടെ കുറച്ച് ദിവസം പോകും. വർക്ക് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം നമ്മളെ ഡൗൺലൈൻ എന്നുള്ള നിലയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ വിടുക. ആ സമയത്ത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഡൗട്ട് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് അങ്ങോട്ട് ഒരു തള്ളലങ്ങോട്ട് തള്ളും. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആ കാര്യമാണ്, ഈ കാര്യം. ഒന്നില്ലെങ്കിൽ മെഡിക്കൽ ക്ലെയിം ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻകം ക്ലെയിം ആയിരിക്കാം. മെഡിക്കൽ ക്ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇത് കഴിച്ചാ മാറിയിരിക്കും, ഗ്യാരണ്ടി. ആരാ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇൻകം വന്നിരിക്കും, ഇത്ര വന്നിരിക്കും, ഈ മാസം ഇത്ര വന്നിരിക്കും, ഒരിക്കലും പറയാൻ പറ്റില്ല. അത് അയാളുടെ പ്രവർത്തനം അനുസരിച്ച്, അയാളുടെ ടീമിന്റെ വോളിയം വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയരുത്. എപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ട് പ്രായോഗിക തലത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ബിസിനസ്സിനെ അവരുടെ മുമ്പിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് വരും. ഇന്ന് ജോയിൻ ചെയ്താൽ മതി, അപ്പൊ കാശ് കിട്ടും എന്നുള്ള രീതിയിലേക്ക് വരും. കാരണം ഇപ്പോഴും എന്റെ കടയിലേക്ക് ആട്ടിയം ഓയിലും മാത്രം മേടിക്കുന്ന ആൾക്കാർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ അക്കൗണ്ടിലേക്ക് കാശ് വന്നില്ലല്ലോ. എന്തുകൊണ്ട് ഇവർ ഈ ചോദ്യം ചോദിക്കുന്നത്? ഇവരെ ജോയിൻ ചെയ്യിപ്പിച്ച ആൾക്കാര് ഇവർക്ക് തെറ്റായ ഒരു ധാരണ കൊടുത്തിട്ടാണ് ജോയിൻ ചെയ്യിപ്പിച്ചത്. അതുകൊണ്ടാണ് വീണ്ടും അവർ ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക. ഇനി എട്ടാമത്തെ പോയിന്റ് ആണ് കോപ്പി പേസ്റ്റ് ഫാക്ടർ. കോപ്പി പേസ്റ്റ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡ്യൂപ്ലിക്കേഷന്റെ ബിസിനസ്സാണ്. നിങ്ങളുടെ അപ്ലൈൻ എന്ത് ചെയ്യുന്നുവോ അതിൽ എന്താണോ ശരി അത് കൃത്യമായിട്ട് നിങ്ങളും പാലിക്കുക. സിസ്റ്റം അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന അപ്ലൈൻ ആണ് നിങ്ങളുടെങ്കിൽ അതന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്റെ ക്ലാസ്സുകൾ ഒരിക്കലും എന്റേത് മാത്രമല്ല.
അതിൽ ഒരുപാട് പേരുടെ ആശയങ്ങളുണ്ട്, ഒരുപാട് പേരുടെ അറിവുകളുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താ? കോപ്പി പേസ്റ്റ്. രാജൻ സാർ എന്ന് പഠിക്കുന്നു, ഗിരീഷ് സാർ എന്ന് പഠിക്കുന്നു, സജീവ് സാർ എന്ന് പഠിക്കുന്നു, നോബിൾ സാർ എന്ന് പഠിക്കുന്നു. ഇവരിന്നൊക്കെ പഠിച്ച് ഞാൻ തന്നെ എന്ത് ചെയ്യുന്നു? അത് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ നല്ലതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. നോക്കൂ, നമ്മുടെ അപ്ലൈന്റെ കയ്യിൽ നിന്ന് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, അത് സിസ്റ്റത്തിന് നിരങ്ങുന്നതാണോ, സിസ്റ്റമായിട്ട് പോകുന്നതാണോ? രണ്ടാമത്തെ കാര്യം, അത് എത്തിക്സ് ഉള്ള കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഫോളോ ത്രൂ ചെയ്യേണ്ടതാണ്. കാരണം എന്താ? സിസ്റ്റം എത്തിക്സും ഇല്ലെങ്കിൽ നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ ഒരിക്കലും അത് ഗുണമായിട്ട് മാറില്ല, ഏറ്റവും വലിയ നഷ്ടമായിട്ടേ മാറും. അപ്പൊ നിങ്ങളുടെ അപ്ലൈ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ സിസ്റ്റത്തിന് നിരന്നത് എന്താണ്, എത്തിക്സ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്താണ്, ഈ രണ്ട് കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ കോപ്പി പേസ്റ്റ് കൾച്ചർ എപ്പോഴും ഉണ്ടാവണം. അതിനെന്ത് വേണം? നമ്മൾ കോപ്പി ചെയ്യുന്ന മാസ്റ്റർ കോപ്പി നല്ലതാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞ 8 പോയിന്റുകളും ഒരു ഡൗൺലൈന് വേണ്ട ഗുണങ്ങളാണെങ്കിൽ, ഇനി സ്ട്രാറ്റജിക്കലി എങ്ങനെ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, ഘട്ടം ഘട്ടമായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. നോക്കൂ, ഒരു ഡൗൺലൈൻ ജോയിൻ ചെയ്തു, ഒരു കസ്റ്റമർ ആയിട്ട് ജോയിൻ ചെയ്തു, അയാൾ ഒരു ഡൗൺലൈൻ ആയിട്ട് മാറി. അയാളുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജാണ്. ഈ സമയത്ത് എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം. കാരണം ഇത് ആദ്യത്തെ 6 മാസത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ആദ്യത്തെ 6 മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇയാൾ കൊഴിഞ്ഞു പോകാൻ സാധിക്കും. കാരണം ഈ പറഞ്ഞ ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒന്ന് ശരിയായിട്ട് നടത്താത്തതുകൊണ്ടായിരിക്കാം. അത് കൂടാതെ ആ തുടക്കത്തിൽ ഉണ്ടാവുന്ന കുറച്ച് ചഞ്ചലിപ്പും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറണമെങ്കിൽ നമുക്കിവിടെ ആ സ്ട്രഗ്ലിംഗ് ഫേസിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് വിഷൻ. കാരണം ഈ ഫേസിന് നമ്മൾ പറയും എനി ടൈം ഡെത്ത്, എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം. അത് ഈ പറഞ്ഞ 8 കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം, അല്ലാതെ ഒരുപാട് എക്സ്റ്റേണൽ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും ആയിരിക്കാം. ഇപ്പൊ ലീഡറിന്റെ സൈഡിൽ നിന്ന് ശരിയായിട്ടുള്ള കെയർ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ സംഭവിക്കാം. വേറെ ആരുടെയെങ്കിലും തെറ്റായ ഇടപെടലുകൾ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാം. അയാൾ അത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ്, അധികം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ സംഭവിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ 8 ഗുണങ്ങളുള്ള ഒരാളെയാണ് നമുക്ക് നല്ലൊരു ഡൗൺലൈൻ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അതിൽ അയാൾ തുടക്കം കുറിക്കുമ്പോൾ ആദ്യത്തെ 6 മാസം എന്ന് പറയുന്നത് സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെ, ഒരു സംശയമില്ല. ആ സ്ട്രഗ്ലിംഗ് ഫേസിൽ എന്ത് വേണം? വിഷൻ വേണ്ടത് വളരെ വളരെ അത്യാവശ്യം. ഈ വിഷൻ ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ലീഡറിന്റെ ഉത്തരവാദിത്തമാണ് അയാളുടെ ഉള്ളിൽ ആ വിഷനെ കൊണ്ടുവരിക എന്നുള്ളത്. കാരണം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നതാണ് വിഷൻ. മഹാത്മാഗാന്ധിക്ക് ഒരു വിഷൻ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ തുരത്തണം. ആ വിഷനാണ് അദ്ദേഹം വിറ്റത്. ആ വിഷൻ അനേകം പേര് ഏറ്റെടുത്തപ്പോ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ട് മഹാത്മാഗാന്ധിനെ അംഗീകരിച്ചു, അല്ലെ? എലോൺ മസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും പോലെ തന്നെ ഒരു സാധാരണ കച്ചവടക്കാരനായിരുന്നു എലോൺ മസ്ക്. പക്ഷെ അയാൾ ഒരു വിഷൻ വെച്ചു, മാർസിൽ താമസിക്കാൻ പറ്റും എന്നൊരു വിഷൻ വെച്ചു. ആ വിഷനാണ് ഇന്ന് അദ്ദേഹത്തെ ബില്യണർ ആക്കി മാറ്റിയത്. ഒരു ചെറിയൊരു ഫോൺ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും മൂല്യം ഉണ്ടാക്കി തരാൻ പറ്റും, നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ പറ്റും എന്നുള്ള വിഷനാണ് സ്റ്റീവ് ജോബ്സ് വെച്ച്. ആ വിഷനാണ് അദ്ദേഹത്തെ ഇന്ന് കാണുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാക്കിയിട്ട് മാറ്റിയത്. നമുക്കും വേണ്ടത് ഒരു വിഷനാണ്. പലപ്പോഴും നമുക്ക് ഇല്ലാത്തത് എന്താ? ഒരു വിഷനാണ്. ആ വിഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. കാരണം ലക്ഷ്യസ്ഥാനം ഇല്ലാതെ പിന്നെ നമ്മൾ എങ്ങനെയാണ് ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുക? ഗിരീസാർ ഈ സിസ്റ്റത്തിലേക്ക് വന്ന ആ നിമിഷം തൊട്ട് അദ്ദേഹം വിറ്റ് അല്ലെങ്കിൽ അദ്ദേഹം സെയിൽ ചെയ്ത ഒരു വിഷൻ ഉണ്ട്, എന്റെ വീടിന്റെ മുകളിൽ ഹെലികോപ്റ്റർ ഞാൻ ഇറക്കും. അത് എല്ലാ മീറ്റിംഗിലും പറയും, എല്ലാ പ്രോഗ്രാമുകളിലും പറയും, എല്ലാ ട്രെയിനിങ്ങിലും പറയും. ബിക്കോസ് ദാറ്റ് ഈസ് ഹിസ് വിഷൻ. ആ വിഷനാണ് അദ്ദേഹം ആൾക്കാരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കാരണമായിട്ട് മാറിയത്. കാരണം 2 തരത്തിൽ ആൾക്കാർ കൂടെ വന്നു. ഒരു കൂട്ടം ആൾക്കാർ എന്താണ്, ആൾ ഇറക്കുന്ന ചർക്കിരിക്കും. രണ്ടാമത്തെ കൂട്ടം ആൾക്കാർ എന്ത് വിചാരിച്ചു, ഇനി ഇറക്കുമെന്നൊന്നും നോക്കണം, എന്നാ പിന്നെ ഞാൻ ഒന്ന് ജോയിൻ ചെയ്യാം. ആ വിഷനാണ് അദ്ദേഹം വിറ്റ്. നമുക്ക് എന്ത് വിഷനാണുള്ളത്? നമുക്ക് നാളത്തെ പറ്റിയിട്ടോ മറ്റന്നാളത്തെ പറ്റിയിട്ടോ എന്തെങ്കിലും ഒരു വിഷൻ ഉണ്ടോ? നാളത്തെ നമ്മുടെ പ്ലാൻ എന്താ, മറ്റന്നാളത്തെ പ്ലാൻ എന്താ? അങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്താൽ എങ്ങനെയാണ് ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തുക? ഇന്ന് 28 നവംബർ 2025. 28 നവംബർ 2025. ഈ 28 നവംബർ 2025 കഴിഞ്ഞ് 10 കൊല്ലം അപ്പുറം 28 നവംബർ 2035 ഞാൻ ആരായിരിക്കും? എന്റെ കയ്യിൽ എത്ര വാഹനങ്ങൾ ഉണ്ടായിരിക്കും? ഞാൻ ഏത് വീട്ടിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക? എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എത്തരത്തിലെ ആൾക്കാരായിരിക്കും? എനിക്ക് ആരുമായിട്ട് ബന്ധമുണ്ടായിരിക്കും? ഞാൻ എത്ര വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്? ഇതിന്റെ ഒക്കെ ഒരു ധാരണ നമ്മുടെ കയ്യിലുണ്ടോ? നമ്മുടെ കയ്യിൽ നാളത്തെ ധാരണ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നാളെ എനിക്ക് എന്ത് ചെയ്യണം, എപ്പോ ചെയ്യണം എന്നുള്ള എന്റെ പ്ലാനുള്ള എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. നമ്മൾ നാളെ എന്ത് ചെയ്യും, നാളെ ആരെ പോയി കാണും, എവിടെ പോയി കാണും എന്നുള്ള പ്ലാനുള്ള എത്ര പേരുണ്ട്?
എത്ര കൈകൾ പൊങ്ങി? 22, 24, 25, 26. ചുമ്മാ കൈപൊക്കരുത് കേട്ടാ, വെറുതെ കൈപൊക്കല്ലേ. നാളെ പ്ലാൻ ഉണ്ടെങ്കിലേ ഞാൻ പറയുന്നത്. കല്യാണത്തിന്, നൂലുകെട്ടിന്, പരിപാടിക്കൊന്നും പോണതല്ല ഞാൻ ചോദിക്കുന്നത്. RCM നാളെ എന്താണ് പ്ലാൻ? വാട്ട് ഈസ് ദ പ്ലാൻ ടുമാറോ? 321 ആൾക്കാർ ഇതിലുണ്ട്. നിലവില് 36, 37 പേര്. അതായത് 50 താഴെ ആൾക്കാർ മാത്രമേ കൈപൊക്കിയിട്ടുള്ളൂ. 320 പേരില് 50 താഴെ മാത്രമേ കൈപൊക്കിയിട്ടുള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഡയമണ്ട് ആവുക? എങ്ങനെയാണ് നമ്മൾ എമറാൾഡ് ആവുക? പോട്ടെ, എങ്ങനെയാണ് നമ്മൾ ടെക്നിക്കൽ ആവുക? അതും പോട്ടെ, എങ്ങനെയാണ് നമ്മൾ മിനിമം റോയൽറ്റി എങ്കിലും എത്താൻ? വി ഡോണ്ട് ഹാവ് എ പ്ലാൻ. നോക്കൂ, നിങ്ങളുടെ ഫോണിൽ കലണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. കലണ്ടർ എന്തിനു വേണ്ടിയിട്ട് അത് തന്നിരിക്കുന്നത്? നിങ്ങളുടെ ഡേറ്റുകൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഡേറ്റ് അനുസരിച്ച് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കിയേ. 30 ദിവസവും നിങ്ങൾ ഫീൽഡിലായി നോക്കിയേ, റിസൾട്ട് വരും. പക്ഷെ നമുക്ക് നാളെ എന്തെന്ന് കാണാൻ പറ്റാത്തത് നമ്മൾ ഈ കലണ്ടറിൽ ഫീഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ കലണ്ടറിൽ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കില്ല. അടുത്ത മാസം 15-ാം തീയതി വരെയുള്ള എന്റെ ഡേറ്റ് കൺഫേംഡാ, ഫിക്സ്ഡാ. 15-ാം തീയതി വരെ ഞാൻ പ്രോഗ്രാം എടുത്തിട്ടുണ്ട്. 15-ാം തീയതി വരെ 1-on-1 മീറ്റിംഗ് ഉണ്ട്. 15-ാം തീയതി വരെ ഹോം മീറ്റിംഗ് ഉണ്ട്. 15-ാം തീയതി വരെ എന്തുണ്ട്? ത്രിദിന ക്ലാസ്സുകൾ അടക്കമുണ്ട്. വൈ? അടുത്ത എൻഡ് 40 പേരെ കൈപൊക്കിയിട്ടുള്ളൂ. നാളെ എന്ത് എന്നുള്ള ചോദ്യത്തിന് 40 പേര്. ഇതിൽ കുറച്ച് പേര് നാളെ ULP-യിൽ പോകും. അത് കഴിഞ്ഞ് മറ്റന്നാൾ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ശരിയല്ലേ? നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മുടെ കയ്യിൽ ഇത്രയും വലിയൊരു ആയുധമായിട്ട് കലണ്ടർ ഉണ്ടായിട്ട് പോലും നമ്മൾ ഇതിനെ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ ഒരു മാസം പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങളുടെ കലണ്ടറിലെ ഡേറ്റുകൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കൂ. ഓരോ ഡേറ്റും ഫില്ല് ചെയ്ത് ആ കലണ്ടർ ചുമ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം യു ആർ പ്രൊഡക്റ്റീവ് ഓൺ ദ ഫീൽഡ്. ആ പ്രൊഡക്ടിവിറ്റിയാണ് നിങ്ങളുടെ വിഷനിലേക്ക് നിങ്ങൾ എത്തിക്കുക. പക്ഷെ അതിനെന്ത് വേണം? ആ വിഷൻ ആദ്യം ഉണ്ടാവണം. അടുത്ത 10 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ എവിടെ ഉണ്ടായിരിക്കും? ഇപ്പോൾ കൊല്ലങ്ങളായിട്ട് റണ്ണറായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. കൊല്ലങ്ങളായിട്ട് സ്റ്റാർ ആയിട്ട് തപസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വൈ? ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എ വിഷൻ. അവരുടെ ഉള്ളിൽ ഇന്നും എന്ത് നേടണം, എപ്പോ നേടണം, എങ്ങനെ നേടണം എന്നുള്ളതിന്റെ ചിന്താഗതി ഇതുവരെ വന്നിട്ടില്ല. യു നീഡ് ടു ഹാവ് എ വിഷൻ വിത്ത് സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് വെച്ചാൽ ഓരോ മാസവും എന്ത് നേട്ടം കൈവരിക്കും, ഓരോ മാസവും എന്റെ ടീമിൽ എത്ര പേരെ ഞാൻ വിജയിപ്പിക്കും. ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവാ. ഇലക്ഷൻ ഇനി വരുന്ന 9, 10, 11 ഇലക്ഷൻ ആണ്. ഒരു മാസം മുന്നേ ഈ കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ, കോൺഗ്രസ്സുകാരായിക്കോട്ടെ, BJP പ്രവർത്തകരായിക്കോട്ടെ, ഇവർ ഒരു മാസം മുന്നെടുക്കുന്ന പണി നിങ്ങൾ നോക്കിയിരിക്കും. 30 ദിവസം ഏത് വീടൊക്കെ കയറി ഇറങ്ങണം, ആരെയൊക്കെ കാണണം, എത്ര പെരിമീറ്റർ കവർ ചെയ്യണം എന്നുള്ള വ്യക്തമായ ധാരണയുണ്ട്. കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണമല്ല അവരെ വിജയിപ്പിക്കുന്നത്, അടുത്ത 30 ദിവസത്തെ പ്രവർത്തനമാണ് അവരെ വിജയിപ്പിക്കുന്നത്. കാരണം ദാറ്റ് ഈസ് എ സ്ട്രാറ്റജിക് പ്ലാനിങ്. ആ സ്ട്രാറ്റജിക് പ്ലാനിങ് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പൊസിഷനിലേക്ക് ഒട്ടും സംശയിക്കേണ്ട എത്താൻ സാധിക്കും. ഇറ്റ് ഈസ് പോസിബിൾ. ബട്ട് വി ഡോണ്ട് ഹാവ് എ പ്ലാൻ. നമുക്കൊരു പ്ലാൻ ഇല്ല. തൃശ്ശൂർക്ക് എത്തണം, എങ്ങനെ എത്തണം? എത്തുമ്പോ എത്താം. എപ്പോഴെങ്കിലും ഒരു ബസ് വരുമായിരിക്കും. ആ ബസ്സിൽ ഒരു സീറ്റ് ഉണ്ടായിരിക്കും. ആ സീറ്റിൽ ഞാൻ ഇരിക്കുമായിരിക്കും. ഡ്രൈവർ എന്നെ അവിടെ എത്തിക്കായിരിക്കും. ചില ആൾക്കാർ ബസ്സിൽ കയറും, എന്നിട്ട് ചോദിക്കും എവിടേക്കാ പോകേണ്ടത്, ടിക്കറ്റ് അല്ലെങ്കിൽ ടിക്കറ്റ് സൂപ്പർവൈസർ ചോദിക്കുമ്പോ ഇവര് പറയും എങ്ങോട്ടാ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് വിട്, പോണോടത്തോളം പോട്ടെ. ഇങ്ങനെയാണ് പല ആൾക്കാർ ആർട്സ് ബിസിനസ്സിലേക്ക് വരുന്നത്, വിത്തൗട്ട് എ വിഷൻ. വൈ? ബിക്കോസ് ആ വിഷൻ അവർക്ക് കാണാൻ സാധിക്കാത്തത് ദേ ഡോണ്ട് ഹാവ് എ മെന്റർ. അവർക്കൊരു മെന്റർ ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് വിഷൻ കാണാൻ പറ്റാത്തത്. ഇയാളെ പോലെ ആവണം, അന്ന വ്യക്തിയെ പോലെ ആവണം എന്നൊരു ചിന്താഗതി ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ആ വിഷൻ കാണാൻ പറ്റാത്തത്. സോ ഈ ബിസിനസ്സിലല്ല, ലോകത്തിലെ ഏത് ബിസിനസ്സിലും യു നീഡ് എ മെന്റർ. നോക്കൂ, മഹാഭാരതത്തിൽ അർജുനന് 2 ഗുരുനാഥന്മാരുണ്ടായിരുന്നു. ഒരാള് ദ്രോണാചാര്യനും മറ്റൊരാള് കൃഷ്ണനും. ദ്രോണാചാര്യർ അദ്ദേഹത്തിന്റെ ലീഡറാണ്. കാരണം ബേസിക് ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആളാണ് ദ്രോണാചാര്യർ. പക്ഷേ കൃഷ്ണൻ ആരാ? കൃഷ്ണൻ വാസ് എ മെന്റർ. കാരണം ഏറ്റവും അപകടകരമായ സിറ്റുവേഷനിൽ നിന്ന് അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തിയ വ്യക്തിയാണ് കൃഷ്ണൻ. അതുപോലെ ഒരു കൃഷ്ണൻ നിങ്ങളുടെ ജീവിതത്തിൽ വേണം. ദാറ്റ് ഈസ് വൈ യു നീഡ് ടു ഹാവ് എ മെന്റർ. നിങ്ങൾക്കൊരു മെന്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെന്റൽ ആവും. നിങ്ങൾക്കൊരു മെന്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെന്റൽ ആവും. കാരണം ഈ സ്ട്രഗിളിംഗ് പീരീഡ് വരെ നിങ്ങൾക്ക് ലീഡർ ഉണ്ടായാൽ മതി. ഈ സ്ട്രഗിളിംഗ് പീരീഡ് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്, അതിനെ പറയുന്നതാണ് സ്റ്റേബിൾ. അതായത് നിങ്ങൾ ഓപ്പണർ ലെവലിൽ എത്തി നിൽക്കുന്ന ഒരു ലെവൽ. ഈ ഓപ്പണർ തൊട്ട് സ്റ്റാർ വരെ ഉള്ള പീരീഡ് എന്ന് പറയുന്നത് ദുരിതം പിടിച്ച വഴിയാണ്. ഇത്തിരി സ്ട്രഗിളിംഗ് ഉള്ള ഫേസാ. ഈ ഫേസിൽ നിങ്ങൾക്ക് സ്ട്രഗിളിംഗ് ഫേസിൽ ഉണ്ടാക്കിയെടുത്ത വിഷനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മെന്റർ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഫേസ് തരണം ചെയ്യില്ല. വൈ?
ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് ആ പാത ശരിയായിട്ട് കാണിച്ചു തരാനും കൈ പിടിച്ചുയർത്താനും നിങ്ങൾക്കൊരു മെന്റർ ഇല്ലെങ്കിൽ നിങ്ങൾ അത് പകുതി വെച്ച് വിട്ടുപോകും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്പൺ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷ ആൾക്കാർക്ക് ഉണ്ടാവുന്ന കാര്യം, ഇനി ഞാനെന്താ സ്വയംഭൂവാണ്, ഞാൻ തന്നെ പഠിച്ചോളും, ഞാൻ അങ്ങനെ ചെയ്തോളും ഇങ്ങനെ ചെയ്തോളും എന്നൊരു വിചാരമുള്ള ആൾക്കാരും ഉണ്ടായേക്കാം. അവിടെ നമ്മുടെ ചിന്താഗതി ഗ്രൗണ്ട് ലെവലിലേക്ക് കൊണ്ടുവരാൻ, കാൽപാദങ്ങൾ താഴെ ഉറച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ മെന്ററിന്റെ ആവശ്യമുണ്ട്. ഇനി ചില കാറ്റഗറി ആൾക്കാരുണ്ട്, അവരെന്ത് പറയും, ഓപ്പണർ ആയപ്പോൾ ലീഡർ തന്നെ കൈവിട്ടു. ഓപ്പണർ ആയപ്പോൾ ലീഡർ കൈവിട്ടത് നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു അച്ഛനും അമ്മയും തന്റെ മകനെയോ മകളെ ജീവിതകാലം മൊത്തം പണിക്ക് വിടാതെ അവർക്ക് കാശ് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ അച്ഛന് 90-ആം വയസ്സാകുമ്പോൾ ഈ മകൻ അച്ഛൻ പണിക്ക് പോണത് നോക്കിയിരിക്കും. സ്വന്തമായിട്ട് ഒരു നില ഉണ്ടാവില്ല, ഒരു വില ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഓപ്പണർ ലെവലാവുമ്പോൾ ലീഡർമാര് നിങ്ങളെ വിടുന്നത്. എന്തുകൊണ്ടാ? നമ്മൾ സ്വയമായിട്ട് പറക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഒരാളുടെ ആശ്രയത്തിൽ നമ്മൾ കഴിയേണ്ടി വരും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമുക്ക് വേണ്ടത് ആര്യ? ലീഡറിനെ അല്ല. അവിടെ നമുക്ക് വേണ്ടത്, നമ്മൾ പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മെന്ററിനെ. കാരണം ലീഡർ നിങ്ങളുടെ കൂടെ ഫീൽഡിൽ വർക്ക് ചെയ്യും, മെന്റർ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ വിഷൻ തരും, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള വിഷൻ തരും. സോ യു നീഡ് ടു ഹാവ് എ, എന്താ നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, കേട്ടില്ലേ? പ്ലാനിങ് ആണ്, ഗംഭീര പ്ലാനിങ് ആണ്. ഇതപ്പം മൈക്ക് സിസ്റ്റം ഒക്കെ ആയിട്ട് ഇത് കൂടെ പ്രചരണം അല്ലെ? അപ്പൊ ഇവിടെ നോക്കൂ, മെന്റർ. യു നീഡ് ടു ഹാവ് എ മെന്റർ. അതാരായിരിക്കണം? നിങ്ങളുടെ കോർ വാല്യൂവിനേക്കാളും ഉയർന്ന വാല്യൂ ഉള്ള ഒരാളായിരിക്കണം. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളായിരിക്കണം. നിങ്ങളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. നിങ്ങളെക്കാളും സ്കില്ലുള്ള ഒരാളായിരിക്കണം. ഇതെല്ലാം ചിലപ്പോൾ നിങ്ങളുടെ ലീഡറിന് ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അദ്ദേഹം വന്ന ആ സമയത്ത് നിങ്ങളെ ഈ സിസ്റ്റത്തിലേക്ക് വിളിക്കാൻ അദ്ദേഹത്തിന് തോന്നിയത് ഒരു മഹാഭാഗ്യം. അത് വലിയൊരു ലക്കി ഫാക്ടറാണ്. കാരണം അദ്ദേഹം ഒന്നും പഠിച്ചിട്ടില്ല. പഠിച്ച സമയത്താണ് നിങ്ങൾ ഇതിന്റെ കൂടെ കൂട്ടുന്നത്. അപ്പൊ അദ്ദേഹം നിങ്ങൾ ചിലപ്പോൾ ഒരേപോലെ തന്നെ ഒരേ സമയത്ത് തന്നെയോ പഠിക്കണ്ടാവുക. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായ മാർഗനിർദ്ദേശം പറയാൻ പറ്റുന്ന ആൾ ഈസ് എ മെന്റർ. ആൻഡ് മെന്റർ എവിടെ നിന്നുള്ള ആളായിരിക്കണം? അപ്പുറത്തെ ടീമിൽ നിന്നുള്ള ആളാവരുത് മെന്റർ. മെന്റർ ആരായിരിക്കണം? ഇത് നിങ്ങളാണ്. നിങ്ങളുടെ മുകളിൽ 1, 2, 3, 4, 5 പേരെടുത്ത് വിചാരിക്കുക. നിങ്ങളെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവന്ന ആളാണ് ആര്? നിങ്ങളുടെ ലീഡർ. ആള് നിങ്ങളുടെ കൂടെ ഫീൽഡിൽ ഉണ്ടാവും. പക്ഷെ വിഷൻ കാണിച്ചു തരുന്നത് ആരാ? മെന്ററാണ്. ഇദ്ദേഹത്തിന്റെ മുകളിലുള്ള 5 പേര് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്താക്കാം? മെന്റർ ആക്കാം. പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങൾ BMW യാത്ര ചെയ്യാണെന്ന് വിചാരിക്കുക. ആ BMW യാത്ര ചെയ്യുന്ന ആളുടെ മെന്റർ എന്ന് പറയുന്നത് ഓട്ടോ ഡ്രൈവർ ആവരുത്. ഓട്ടോ ഡ്രൈവർ ആവുന്ന പ്രൊഫഷൻ അല്ല ഞാൻ പറയുന്നത്. ആ ചിന്താഗതിയുള്ള ആളായിട്ട് മാറരുത്. പകരം എന്ത് വേണം? കോർ വാല്യൂ നിങ്ങളെക്കാളും കൂടുതലുള്ള ആളാവണം. പോസിറ്റീവ് ചിന്താഗതി നിങ്ങളെക്കാളും കൂടുതലുള്ള ആളാവണം. എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം. സ്കില്ലുള്ള ആളായിരിക്കണം. ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ സ്കില്ലുള്ള ആളായിരിക്കണം, ഗ്രോത്ത് ഉള്ള ആളായിരിക്കണം. വളർച്ചയുള്ള ആളാവണം, ഗ്രോത്ത് ഉള്ള ആളാണ്. അല്ലാതെ എന്താ പറയാ, വളർച്ച മുരടിച്ച് 10 കൊല്ലായി ഒരേ പൊസിഷനിൽ നിൽക്കുന്ന ആളെ നിങ്ങൾ മെന്റർ ആക്കി എടുത്തിട്ട് ഒരു കാര്യമില്ല. സോ യു നീഡ് ടു ഹാവ് എ മെന്റർ. ബിക്കോസ് ലീഡറിന് ഒരുപാട് പേരെ വിജയിപ്പിക്കണം. ഹി ഈസ് ഓൺ എ മിഷൻ. ഒരുപാട് പേരെ വിജയിപ്പിക്കേണ്ട മിഷനില്ല. അപ്പൊ നിങ്ങളിൽ മാത്രം ഫോക്കസ് ശ്രദ്ധിക്കാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല. ഓപ്പണർ വരെ നിങ്ങൾക്ക് ആവേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. നിങ്ങളുടെ കൂടെ ഫീൽഡിൽ ഒരു 4-5 പേരുടെ കൂടെ വിസിറ്റ് ചെയ്യാൻ വരുന്നു. ബാക്കി നമ്മൾ പഠിച്ചോളണം. അതാണ് ഞാൻ പറഞ്ഞത്, ഓണർഷിപ്പ് മെന്റാലിറ്റി ഉള്ള ആളാണ് നമ്മൾ ഡൗൺലൈൻ എന്ന് പറയാ. അത് നമ്മൾ ഓപ്പണർ ലെവലിൽ തൊട്ട് കരസ്ഥമാക്കണം. അതുവരെ നിങ്ങളുടെ കൂടെ ലീഡർ ഉണ്ടാവും, ഒരു സംശയമില്ല. പക്ഷെ ഓപ്പണർ കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നടന്നു തുടങ്ങിക്കോണം. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. ജീവിതകാലം മൊത്തം ഒരാളെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ ആശ്രയിക്ക് വരുമ്പോൾ ഒരു പോയിന്റ് എത്തി നമ്മുടെ വളർച്ച നിൽക്കും. കാരണം എന്താ? നമ്മളൊന്നും പഠിക്കുന്നില്ല. അപ്പൊ ഇവിടെ എന്ത് വേണം? വി നീഡ് ടു ഹാവ് എ മെന്റർ ടു ഷോ ദ വിഷൻ. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ക്ലിയർ? സോ ഒരു മെന്ററിന്റെ ആവശ്യകത നമുക്കുണ്ട്. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്റ്റേബിൾ സ്റ്റേജ് തരണം ചെയ്ത് അടുത്ത ലെവലിന്റെ പേരാണ് സക്സസ്, അതായത് റോയൽറ്റി. ഈ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനം കിട്ടി തുടങ്ങി, നിങ്ങളുടെ താഴെ വർക്ക് ചെയ്യുന്ന നല്ലൊരു ടീമായി, യു ആർ എ പവർഫുൾ ലീഡർ ആയിട്ട് നിങ്ങൾ മാറി. ഇവിടുന്ന് പിന്നെ അടുത്ത സ്റ്റേജ് ആണ് സിഗ്നിഫിക്കൻസ്. സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നിങ്ങളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറി. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്നത് കാശിന് വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് സത്യം പറഞ്ഞ ഒരു ഉപകാരവും ഈ സ്റ്റേജിൽ വെച്ചിട്ടുണ്ടാവില്ല. പകരം നിങ്ങൾ പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ ടീം ആൾക്കാർക്കുള്ള ഉപകാരമായിരിക്കും കൂടുതൽ. അവരുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്കായിരിക്കും ഉപകാരം വരും. ആ ലെവലിനെയാണ് സിഗ്നിഫിക്കൻസ് പറയുന്നത്. നിങ്ങളുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യുന്ന ലെവലാണ് സിഗ്നിഫിക്കൻസ്. അതിനെ പറയുന്ന പേരാണ് ടെക്നിക്കൽ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ
ഒരു ഡൗൺലൈൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പാലിക്കേണ്ട കാര്യവും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, വിഷൻ ആൻഡ് മെന്റർ, ബാക്കി 8 കാര്യങ്ങൾ. ഓക്കെ, സോ ഇതാണ് എനിക്ക് നിങ്ങളോട് ഡൗൺലൈൻ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളതും അവര് കൊണ്ടുവരേണ്ട കുറച്ച് മാറ്റങ്ങളെ പറ്റിയിട്ടും പറയാനുള്ളത്. ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് കിടക്കാം. അതാണ് ഇനി അപ്ലൈൻ എന്ത് ചെയ്യണം, എന്റെ അപ്ലൈൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാനൊരു അപ്ലൈൻ ആണ്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതാണ് അടുത്ത ലെവൽ എന്ന് പറയാം. സോ ഹൂ ഈസ് എൻ അപ്ലൈൻ? ഹൂ ഈസ് എൻ അപ്ലൈൻ? നിങ്ങളുടെ താഴെ ഒരു പുതിയ ആള് വന്നു കഴിഞ്ഞാൽ യു ആർ ആൻ അപ്ലൈൻ. പക്ഷെ ലീഡർ ആയിട്ടില്ല. ഒരു പുതിയ ആള് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു അപ്ലൈൻ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ലീഡർ ആവണമെങ്കിൽ നമ്മുടെ ടീമിൽ എത്ര ആൾക്കാർ വരുന്നു എന്നുള്ളതിലല്ല, നമ്മുടെ സ്കില്ല് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ, അതാണ് നമ്മൾ ലീഡർഷിപ്പിലേക്ക് എത്തിക്കുക. സോ ഒരു അപ്ലൈന് വേണ്ട ഏറ്റവും ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹി ഷുഡ് ലീഡ് ബൈ എക്സാമ്പിൾ. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ എന്റെ ടീം അംഗങ്ങളോട് പറയാറില്ല. കാരണം എനിക്കത് പറയാനുള്ള യോഗ്യതയില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് മാത്രം നിങ്ങളുടെ ടീമിൽ പറയുക, അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മറ്റാൾക്കാർ ചെയ്യുന്നത് കണ്ട് പഠിക്കുമെന്ന് ഒരിക്കലും നമുക്ക് പറയാനുള്ള അവകാശമോ അധികാരമോ അത് ശരിയുമല്ല. എന്റെ അച്ഛൻ എന്നോട് ഈ കണ്ട കാലം വരെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും അയാളെ നോക്കി പഠിക്ക്, ഇയാളെ നോക്കി പഠിക്കുന്ന പറഞ്ഞിട്ടില്ല. എന്തിന്? ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് പോലും ക്ലാസ്സിലെ കുട്ടികള് ആ കുട്ടിയെ നോക്കി പഠിക്കും, ഈ കുട്ടിയെ നോക്കി പഠിക്കുന്നു പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് അത് പറ്റില്ല. വി നീഡ് ടു ഹാവ് എൻ എക്സാമ്പിൾ, സെറ്റ് ആൻ എക്സാമ്പിൾ, ലീഡ് ബൈ എക്സാമ്പിൾ. നമ്മൾ ചെയ്ത് കാണിക്കുക. അവരുടെ കൂടെ ആദ്യത്തെ തുടക്കകാലങ്ങളിൽ ഒരു ഡൗൺലൈൻ നിങ്ങളുടെ കൂടെ വരുമ്പോൾ ആദ്യത്തെ തുടക്കകാലങ്ങളിൽ അവരെ കൂട്ടിയിട്ട് 3-4 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിപ്പിക്കുക. ഹോം മീറ്റിങ്ങിനൊക്കെ അവരെ കൊണ്ടുപോവുക. 1-on-1 എങ്ങനെ അവരുടെ കോൺടാക്റ്റിലുള്ള ഒരു 4-5 പേര് അവരുടെ കൂടെ പോയിട്ട് എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ പറയണം, എങ്ങനെയാണ് പ്ലാൻ പ്രസന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവരെന്ത് ചെയ്യുക, പതുക്കെ പതുക്കെ ആയിട്ട് നമ്മൾ സ്വതന്ത്രരാക്കിയിട്ട് മാറ്റുക. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ലീഡ് ബൈ എക്സാമ്പിൾ. കാരണം നിങ്ങളുടെ എക്സാമ്പിൾ ആണ് അവര് നാളത്തെ അവരുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുള്ളൂ. സോ കോൾഡ് കോളിംഗ് എങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുക. 1 മിനിറ്റ് കേട്ടോ, ഞാൻ ഈ പ്രചരണത്തിന്റെ ഓക്കെ. അപ്പോ ലീഡ് ബൈ എക്സാമ്പിൾ. കോൾഡ് കോളിംഗിന്റെ കേസ് ആയിക്കോട്ടെ, ഹോം മീറ്റിംഗിന്റെ കേസ് ആയിക്കോട്ടെ, 1-on-1 ഡെമോൺസ്ട്രേഷൻ ആയിക്കോട്ടെ, സെയിൽസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതായിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ലീഡ് ബൈ എക്സാമ്പിൾ. കാണിച്ചു കൊടുക്കുക, ഡെമോൺസ്ട്രേറ്റ് ഫസ്റ്റ്. അല്ലാതെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് ഇനി കേട്ടുമല്ലോ അതുപോലെ ചെയ്യൂ, അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ അവരുടെ കൂടെ ചെന്ന് വർക്ക് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കണം. പക്ഷേ ഒരിക്കലും അത് സ്ഥിരമായിട്ടൊരു ശീലമായിട്ട് മാറ്റരുത്. പകരം ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഒരു 5 വീട്ടിലേക്ക് നമ്മൾ അവരുടെ കൂടെ പോയി ഒരു ദിവസം നമ്മൾ കവർ ചെയ്ത് പിന്നെ നമ്മൾ എന്ത് പറയാ, ഇനി നിങ്ങൾ പോയിട്ടൊന്ന് ശ്രമിച്ചോളൂ, ഞാൻ കൂടെ വരാം, പക്ഷെ ഞാൻ സംസാരിക്കില്ല, നിങ്ങൾ തന്നെ സംസാരിക്കണം. അങ്ങനെ അവരുടെ ഉള്ളിൽ കോൺഫിഡൻസ് നമ്മൾ പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്യണം. ഇപ്പൊ ഞാനും നോബിൾ സാറും ലെവലപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ഞാനും സുരാഗ് സാറും പ്രൈസിലേക്ക് ഫിനിക്സ് പറഞ്ഞ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. നമ്മൾ സെയിൽസിന്റെ ക്ലാസ്സിൽ ആദ്യത്തെ ഒരു മണിക്കൂർ സെയിൽസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയും. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, ഒരു സഞ്ചി എടുത്ത് കൊടുക്കും, നിങ്ങൾ പോയിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. എന്തിനത് പറയുന്നത്? ഇറ്റ് ഈസ് എ ഡെമോൺസ്ട്രേഷൻ. ഇറ്റ് ഈസ് എ ഡെമോൺസ്ട്രേഷൻ. ആ ഡെമോൺസ്ട്രേഷൻ ആണ് അവർക്ക് റിസൾട്ട് തരുന്നത്. അപ്പോൾ ഓൾവേസ് ലീഡ് ബൈ എക്സാമ്പിൾ. അതെന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? കാരണം ഞങ്ങൾ അത് ചെയ്തു വന്ന ആൾക്കാരാണ്. സോ ലീഡ് ബൈ എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ കാര്യമാണ് എന്താ? ഫോക്കസ് ഓൺ സ്കിൽ ട്രാൻസ്ഫർ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ലീഡർ എന്നുള്ള നിലയിൽ, ഒരു അപ്ലൈ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? സ്കിൽ ട്രാൻസ്ഫർ. ഈ സ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നമ്മൾ ആരായിട്ട് മാറുന്നത്? ഒരു ലീഡർ ആയിട്ട് മാറുന്നത്. അപ്ലൈനിൽ നിന്ന് ലീഡറിലേക്കുള്ള പരിവർത്തനമാവുന്നത് ഈ സ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ്. ബി സ്കിൽഫുൾ യുവർസെൽഫ്. നിങ്ങളുടെ ടീമിലെ ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് സ്കില്ല് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? നിങ്ങൾ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. നിങ്ങളുടെ ഉള്ളിൽ എന്ത് വേണം? ആദ്യം ഈ സ്കില്ലുകളൊക്കെ വേണം. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ സ്കില്ല് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആദ്യം ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. പഠിക്കാനുള്ള ഒരു മനോഭാവം, ഒരു സ്റ്റുഡന്റ് മെന്റാലിറ്റി ഉണ്ടാവണം. അങ്ങനെ ആ ലേണിംഗ് ആറ്റിറ്റ്യൂഡ് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറായിരിക്കണം? ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കണം. എന്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ സമയവും നിങ്ങളുടെ പണവും. ഈ 2 കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, സ്കില്ല് ഇല്ലാന്നെങ്കിൽ നമുക്ക് ഓരോ പോയിന്റുകളായിട്ട് വിശകലനം ചെയ്യാം. നിങ്ങൾക്ക് സ്കില്ല് ഇല്ല എന്ന് വിചാരിക്കുക, ഇത് നിങ്ങളാണ്, ഇത് നിങ്ങളാണ്, വേണ്ട, ഇത് ഞാനാണ്. എന്റെ തൊട്ട് താഴെ നോബിൾ സാറ് ഉണ്ട്.
എന്റെ തൊട്ട് മുകളിൽ ആരുണ്ട്? രാജൻ സാർ ഉണ്ട്. രാജൻ സാറിന്റെ മുകളിൽ മൂർത്തി സാറ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ പോകുന്നത്. എനിക്ക് എന്നെ പറയാനുള്ളത് ധൈര്യമായിട്ട്. ഓക്കെ, അപ്പോ നോബൽ സാർ എന്നുള്ള വ്യക്തി എന്നെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് അറിയില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. പക്ഷെ ഞാൻ പിന്നെ ചോദിച്ചില്ല, ഞാൻ പിന്നെ പറഞ്ഞില്ല. ഒരു വട്ടം നോബൽ സാറ് പോട്ടെ എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ വട്ടവും നോബൽ സാറ് വേറൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചു. അപ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് പഠിക്കാനുള്ള മനോഭാവമില്ല. സ്കില്ല് വേണമെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള മനോഭാവം ഉണ്ടാവും. ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല. കാരണം എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇതിനും പോലെ അലർജിയുള്ള ഒരു കാര്യമില്ല. വെറുതെ അവിടെ ചെന്ന് ഈ കേട്ട കാര്യം തന്നെ വീട്ടിൽ ആ സമയത്ത് 4 സോപ്പ് വിറ്റാലോ. ആ ക്ലാസ് കേട്ടിരുന്നെങ്കിൽ ആ സമയത്ത് 40 സോപ്പ് വിൽക്കായിരുന്നു. കാരണം അതിനുള്ള കാര്യങ്ങൾ അവിടുന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ആ മെന്റാലിറ്റിയുള്ള ആളായതുകൊണ്ട് പഠിക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ക്ലാസ്സിനും പോകാറില്ല, അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷെ നിർഭാഗ്യവശാൽ നോബൽ സാറിന്റെ ലീഡറായിട്ട് ഞാൻ വന്നു. നോബൽ സാറിന് വല്ല നിവൃത്തി ഉണ്ടാ? നോബൽ സാർ എന്നെ 2 വട്ടം വിളിച്ചു. എന്റെ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായി. നോബൽ സാർ എന്ത് ചെയ്തു? രാജൻ സാറിനെ വിളിച്ചു. രാജൻ സാറിനെ വിളിച്ചപ്പോ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇനി നോബൽ സാറിന്റെ താഴെ നിമ്മി മാഡം ഉണ്ട്. നിമ്മി മാഡത്തിന് ഒരു പ്രശ്നം വന്ന് നോബൽ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ നോബൽ സാറ് രാജൻ സാറ് പറഞ്ഞു കൊടുത്ത പരിഹാരം പറഞ്ഞു കൊടുക്കും. രണ്ടാമതായിട്ട് നോബൽ സാറിന്റെ അഭാവത്തില് ആ പ്രശ്നം വന്നുവെങ്കിൽ നിമ്മി മാഡത്തിന് അത് പരിഹരിക്കണമെങ്കിൽ നോബൽ സാറ് പറയും അർജുൻ സാറിനോട് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒന്നും കിട്ടാൻ പോണില്ല, ഒരു കാര്യം ചെയ്യും, രാജൻ സാറിനെ വിളിക്കാൻ പറയും. നിമ്മി മാഡത്തിന്റെ താഴെ ജയശങ്കർ സാർ വന്നു. നാളെ ഒരു പ്രശ്നം വന്ന് നിമ്മി മാഡത്തിന്റെ അഭാവത്തിൽ അത് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അത്യാവശ്യമായിട്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണെങ്കിൽ നിമ്മി മാഡം എന്ത് പറയും? അർജുൻ സാറിനെ വിളിക്കണ്ട, രാജൻ സാറിനെ വിളിച്ചാൽ മതി. ഈ പാവ മനുഷ്യന് ഓവർലോഡ് ഉണ്ടാവും. പക്ഷെ അവിടെ ഒരു ഗുണമുണ്ട്, അദ്ദേഹത്തിന്റെ സ്കില്ല് വർദ്ധിക്കും. ഞാനോ ഒരു സ്കില്ലില്ലാത്ത ആളായിട്ട് മാറും. ഇവരുടെ പ്രവർത്തനം കൊണ്ട് വോളിയം കയറുമായിരിക്കും, സ്കിൽ ലെവൽ വരും. പക്ഷേ എന്നെ ഒരാളും ക്ലാസ് എടുക്കാൻ പിടിക്കില്ല. എന്നെ ഒരാളും പ്രോഗ്രാമിൽ കയറിയിട്ട് പറയില്ല അർജുൻ സാറിന്റെ ശക്തമായ ഇടപെടൽ കാരണമാണ് എനിക്ക് പിന്നില് മാറ്റം ഉണ്ടായത്. ഒരാളും പറയില്ല. വൈ? ബിക്കോസ് ഞാൻ ഒരു രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു അപ്ലൈൻ അല്ല. ബിക്കോസ് എനിക്ക് സ്കില്ലില്ല, ഞാൻ പഠിച്ചില്ല, ഞാൻ വളർന്നില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാശൊക്കെ ഇങ്ങനെ വരും, കാശൊക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂടും. പക്ഷെ എന്തുണ്ടാവില്ല എന്നറിയുമോ? യു വിൽ നോട്ട് ഹാവ് എ വാല്യൂ. വാല്യൂ ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ വാല്യൂ നിശ്ചയിക്കുന്നത് നിങ്ങൾ ഈ സൊസൈറ്റിയിലേക്കും നിങ്ങളുടെ കൂടെ വന്ന ആൾക്കാരിലേക്കും എത്ര സംഭാവന ചെയ്യുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ വാല്യൂ. ഈ അടുത്ത് ഒരു കോടീശ്വരൻ, അയാൾ വലിയൊരു വീടിന്റെ മുമ്പിൽ 3-5 ബെൻസ് കാർ നിരത്തിയിട്ട് ആള് പറഞ്ഞു ഒരു മാസത്തെ എന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 5.5 കോടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു മലപ്പുറംകാരൻ നല്ല എന്താ പറയാ അദ്ദേഹത്തിന്റെ ശൈലിയിൽ താഴെ ഒരു കമന്റ് ഇട്ടു, അനക്ക് എത്ര കോടി ഉണ്ടായിട്ട് എന്താണ് കാര്യം, നിന്നെ കൊണ്ട് നാട്ടുകാർക്ക് 10 പൈസയുടെ പ്രയോഗം ഇല്ലെങ്കിൽ എന്നുള്ളത്. കഴിഞ്ഞില്ലേ? പിന്നെ എന്ത് കാശുണ്ടായിട്ട് എന്താ കാര്യം? അപ്പോ ഈ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് സ്കില്ലില്ലെങ്കിൽ നിങ്ങൾ ഒരു വാല്യൂ ഇല്ലാത്തൊരു മനുഷ്യനായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയൊരു ഹൈ ഉണ്ട്. ഒരാൾ സ്റ്റേജിൽ കയറിയിട്ട് ഷിജോ സാറ് കാരണമാണ് ഞാൻ ഈ പൊസിഷനിലേക്ക് എത്തിയത്, അഡ്വക്കേറ്റ് നിമ്മി മിൻസാറ് കാരണമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനുള്ള കാരണം, എന്റെ ജീവിതം രക്ഷപ്പെടുത്തിയത് നിമ്മി മേടാണെന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. അത് ഒരിക്കലും നിങ്ങൾക്ക് എത്ര വരുമാനം വന്നാലും കിട്ടില്ല. ഐ എം വെരി സോറി. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ലേൺ. യു ഹാവ് ടു ലേൺ. പഠിക്കണം. പഠിക്കണം. എന്ത് വേണം? പഠിക്കണം. ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട്, സിസ്റ്റത്തെ പറ്റിയിട്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ പറ്റിയിട്ട്, സെയിൽസ് സ്കില്ലിനെ പറ്റിയിട്ട്, പ്രസന്റേഷൻ സ്കില്ലിനെ പറ്റിയിട്ട് എവിടെയൊക്കെ പഠിക്കാൻ കിട്ടുന്നു അവിടെയൊക്കെ പഠിക്കണം. പക്ഷെ ആ പഠിക്കുന്നതിന് പല ആൾക്കാരും മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ദേ ആർ നോട്ട് റെഡി ടു ഇൻവെസ്റ്റ്. ദേ ആർ നോട്ട് റെഡി ടു ഇൻവെസ്റ്റ്. ഈ അടുത്ത് ഏകദേശം ഒരു 1.5 കൊല്ലം മുന്നേ BNI എനിക്ക് യാദൃശികമായിട്ട് പോകാനുള്ള ഒരു അവസരം ഉണ്ടായി. ഒരു തടിമിൽ നടത്തുന്ന JMJ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കട നടത്തുന്ന ആൽഫിൻ ജോൺസൺ എന്ന് പറഞ്ഞ വ്യക്തി എന്റെ കൂടെ പഠിച്ചതാണ്. അപ്പൊ അവൻ BNI ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞു ഒരു ദിവസം ഫ്രീ ട്രയൽ ഉണ്ടെന്ന് വന്ന് നോക്കുന്ന ചോദിച്ചു. ഞാൻ വരാലോ എന്ന് പറഞ്ഞു. കാരണം അവൻ പറഞ്ഞത് നിന്റെ സ്ഥാപനത്തെ പറ്റി നിങ്ങൾക്ക് അവിടെ പറയാം, അപ്പൊ അവിടെ ഒരുപാട് റെഫറൻസ് കിട്ടും. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഞാൻ പോയി. അവിടെ ചെന്ന് അവിടെ വന്നിരുന്ന ഒരാള്, അയാൾക്ക് ഒരു കൊല്ലത്തില് 50 കോടിയുടെ ടേൺ ഓവർ ഉണ്ട്. മൂപ്പര് പറഞ്ഞ കാര്യം, എനിക്ക് ഒരു കാര്യങ്ങളെ പറ്റി പഠിക്കാൻ ഭയങ്കര ജിജ്ഞാസയാണ്. ഞാൻ അങ്ങനെ 20 ലക്ഷം മുടക്കിയിട്ട് ശ്രീലങ്കയിൽ 45 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തു. എൻ്റെ ഉണ്ടായിട്ടൊന്നല്ല, പക്ഷെ ഞാൻ നുള്ളിപ്പാക്കി പോയി. ആരോ സ്ക്രീൻ ഓൺ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോ നുള്ളിപ്പാക്കി പോയി അവിടെ ചെന്ന് 45 ദിവസത്തെ റിഗറസ് ട്രെയിനിങ്, NLP ഉണ്ട്, കോർപ്പറേറ്റ് ട്രെയിനിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. ഞാൻ ആ സമയത്ത് ഒരു ട്രെയിനറാണ്. അപ്പൊ എന്റെ ഒരു കൊല്ലത്തെ ഫീസ് എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. ഞാൻ ആ ഫീസ് 8 ലക്ഷമാക്കി മാറ്റി.
ഈ 20 ലക്ഷം അയാൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ കവറപ്പായി. അപ്പൊ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാ ഇല്ല. പല ആൾക്കാരും ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെപ്പോഴും വിലേനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇപ്പൊ ഇരിഞ്ഞാലക്കുട ഒരു പ്രോഗ്രാം നടന്നു, 250 ആയിരുന്നില്ലേ ഫീസ്? ആരെങ്കിലും അറ്റൻഡ് ചെയ്ത ആൾക്കാർ 250 അല്ലേ ഫീസ്? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒരാൾ കമന്റ് ഇടും. 200 തോന്നുന്നു. 200 ആയിരുന്നു ഫീസ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇവിടുന്നുള്ള വണ്ടി നമ്മളൊരു ബസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 250 രൂപയൊക്കെ മിനിമം വരും. അവിടെ ഒരു 200 രൂപ അവിടെ കൊടുക്കുന്നു. അങ്ങനെ ഒരു 450 രൂപ ഒരാൾക്ക് 500 പിടിച്ചോ ഒരു എക്സ്പെൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവര് ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയുള്ള ആൾക്കാർ ആദ്യം ചോദിക്കുന്നതെന്ന് അറിയും, എത്ര ഫീസ് ചോദിക്കും. എന്തിനാ ചോദിക്കുന്നത് അറിയോ? വരാതിരിക്കാൻ വേണ്ടിയില്ല. കാരണം ഇവര് കാണുന്ന അവിടെയുള്ള ചെലവാ. പക്ഷെ വിജയിക്കാൻ വരുന്ന ആൾക്കാർ എന്താ വിചാരിക്കാന്ന് അറിയോ? ഈ 450 രൂപ അവിടെ മുടക്കി കഴിഞ്ഞാൽ എനിക്ക് 45,000 രൂപ ഉണ്ടാക്കാനുള്ള വഴി അവിടുന്ന് കിട്ടും. അതാണ് അവർ ചിന്തിക്കുന്നത്. അതാണ് ശരിയായ മെന്റാലിറ്റി. എത്ര വലിയ ക്ലാസ് ആണെങ്കിലും എത്ര വലിയ പ്രോഗ്രാം ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ഇന്നേ വരെ വിജയിച്ചു. കാരണം ദിസ് ഇസ് എ ബിസിനസ്, യു നീഡ് ടു ഇൻവെസ്റ്റ്. നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. എന്തിന്? നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടി, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി. ഏത് പുസ്തകം? നിങ്ങളുടെ ബിസിനസ്സിൽ ആവശ്യമായിട്ടുള്ള പുസ്തകമല്ല, നിങ്ങളുടെ താല്പര്യത്തിലുള്ള പുസ്തകമല്ല. നിങ്ങൾക്ക് ബിസിനസ്സിൽ ആവശ്യമായിട്ടുള്ള പുസ്തകം, നിങ്ങൾക്ക് ബിസിനസ്സിൽ വളരാൻ സഹായിക്കുന്ന വീഡിയോസ്, നല്ല നല്ല ലീഡേഴ്സിന്റെ ക്ലാസ്സുകൾ, അത് കേൾക്കാൻ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. അതിനൊപ്പം തന്നെ എന്ത് വേണം? മണി. എവിടെ ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നുണ്ടോ, യു ഗോ ദെയർ, യു ബി ദെയർ വിത്ത് യുവർ ടീം. അതിന് കുറച്ച് ചെലവുകൾ വരും. നിങ്ങൾ ഔട്ട് ഓഫ് ടൗൺ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് വരും. കാരണം ഇപ്പൊ ഈ അടുത്ത് സജിത മാഡം ചന്ദ്രൻ സാർ തെങ്കാശിയിലേക്ക് പോയി. 13,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് പെട്രോൾ ചെലവ് മാത്രമായിട്ട് വന്നു. നിങ്ങൾ ആലോചിക്കണം, മാത്രമായിട്ട്. പക്ഷെ അവിടെ 25,000 രൂപയുടെ 20,000-25,000 രൂപയുടെ കച്ചവടം നടന്ന പ്രൊഡക്റ്റിന്റെ ഇറ്റ് വിൽ ബി കവേർഡ്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. എല്ലാത്തിനും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ മാത്രമാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തുള്ളൂ. പക്ഷെ ബിസിനസ് വളർത്തണമെങ്കിൽ യു നീഡ് ടു ഹാവ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോ ഫിനിക്സ് എന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ലെവലപ്പ് എന്ന പ്രോഗ്രാം, ഇതിനൊക്കെ ഫീസ് ഉണ്ട്. വൈ? ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. കാരണം ആ ഫീസ് കൊടുത്താൽ നിങ്ങൾ അവിടെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇരിക്കും. അവിടെ ഇപ്പോഴും കഴിഞ്ഞ ഫിനിക്സിൽ ഏകദേശം 55ഓളം ആൾക്കാർ വന്നു. അവര് വന്നത് ഫീസ് നോക്കിയിട്ടല്ല, അവര് വന്നത് അവിടുന്ന് കിട്ടുന്ന അറിവ് വെച്ച് എനിക്ക് അത്ര ഉണ്ടാക്കാൻ പറ്റും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ ടീമിലെ ആളാവുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. നോക്കൂ, ഒരു കൊല്ലം മുന്നേ ഒരു വ്യക്തി 2 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തു. രാവിലെ 7 മണി തൊട്ട് 8 മണി വരെ ഡെയിലി അദ്ദേഹത്തിന് കിട്ടുന്ന അറിവുകളുണ്ട്. കൂടാതെ ഫിസിക്കൽ സെഷൻ, ഒരു കൊല്ലത്തിൽ 6-8 ഫിസിക്കൽ സെഷൻ അദ്ദേഹത്തിന് കിട്ടും. ഈ 2 ലക്ഷം രൂപ മുടക്കിയപ്പോൾ പല ആൾക്കാരും ചോദിച്ചു, വട്ടാണോ, എന്തിന് ഇത്രയും വലിയ കാശ് കൊടുത്തിട്ട് യൂട്യൂബിൽ നിന്ന് പഠിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു കുറെ പേര് അദ്ദേഹത്തെ പരിഹസിച്ചു. അദ്ദേഹം എന്തിനാണ് മുടക്കിയെന്നുള്ളതിന്റെ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ആ വ്യക്തി പേൾ അച്ചീവറായി. പേളിൽ നിന്ന് സ്റ്റാർ പേൾ ആയിട്ട് മാറി. പേൾ ആകുമ്പോൾ കിട്ടുന്ന വരുമാനം 50,000 രൂപ, സ്റ്റാർ പേൾ ആകുമ്പോൾ കിട്ടുന്ന വരുമാനം 75,000 രൂപ. 25,000 രൂപ അധിക വരുമാനത്തിലേക്ക് ആൾക്ക് എത്തി. ഈ 25,000 രൂപ 8 മാസം കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ 2 ലക്ഷം കവറായി. പക്ഷെ ഇത് മാത്രമല്ല, ആള് ഒരു ഷോപ്പ് തുടങ്ങി. ആ ഷോപ്പിലൂടെ പ്രതിമാസം മിനിമം ആൾക്ക് ഒരു 25,000 എങ്കിലും പ്രതിമാസം കിട്ടുന്നു. എല്ലാ ചെലവും കഴിഞ്ഞ് പ്രതിമാസം കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, ഇൻസെന്റീവ് 6 മാസം കഴിയുമ്പോൾ വീണ്ടും കിട്ടും. ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ കഴിവ് അപ്ഡേറ്റ് ആയി. ഇന്ന് കേരളത്തിൽ അറിയപ്പെടാൻ പോകുന്ന ലീഡർമാരുടെ പട്ടികയിലേക്ക് അദ്ദേഹം ഒരു ട്രെയിനറായിട്ട് വന്നു. ഈ ട്രെയിനിങ് കഴിവ് അദ്ദേഹം ഇന്ന് പെയ്ഡ് പ്രോഗ്രാം ആയിട്ട് എടുത്തു തുടങ്ങി. കഴിഞ്ഞ റെസിഡൻഷ്യൽ പ്രോഗ്രാമിന് അദ്ദേഹത്തിന് ഒരു തുക നമ്മൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു. സോ ഹീസ് എ പെയ്ഡ് ട്രെയിനർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 2 ലക്ഷം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, അതിന് 10 ഇരട്ടി ആൾ ഒരു കൊല്ലം കൊണ്ട് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നത് എന്താ, ഞാൻ അവിടെ ഇത്ര കൊടുക്കേണ്ടി വരില്ലേ, എന്റെ കയ്യിൽ ഇത്രയും നഷ്ടം ഉണ്ടാവില്ലേ, ആ സമയം കൊണ്ട് ഒരു 10 സോപ്പ് ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ലാഭം ഉണ്ടാവില്ലേ? നിങ്ങളുടെ ജീവിതകാലം മൊത്തം സോപ്പുകളെ ആ 10 സോപ്പ് വിൽക്കുകയുള്ളൂ. യു നീഡ് ടു ഇൻവെസ്റ്റ് യുവർ ടൈം ആൻഡ് മണി ഹിയർ. ഇന്ന് 328 പേര്, ഇന്ന് 300 പേര് എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് തീർച്ചയായിട്ടും. എന്തുകൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു? ബിക്കോസ് യു വാണ്ട് ടു അപ്ഡേറ്റ് യുവർ സ്കിൽ. സോ time and money should be invested. It is very important. Very important. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ നിങ്ങളുടെ സ്കില്ല് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്തായിട്ട് മാറണം? സ്കില്ലുള്ള ഒരാളായിട്ട്
മാറണം. അതിന് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ സ്കിൽഫുൾ ആയിട്ട് മാറുക ഇത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. 2, അതിനൊരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. 3ാമത്തെ കാര്യം, നിങ്ങൾ മണിയും ടൈമും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. ഇനി 3ാമത്തെ കാര്യം, പേഷ്യൻസ്, ക്ഷമ. ഒരു ലീഡറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. കാരണം നിങ്ങളുടെ ടീമിൽ വരുന്ന ആൾക്കാർ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും പ്ലാൻ ഒരേ സ്പീഡിൽ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഇതിനെ ഒരേ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കുറച്ച് സമയമെടുക്കും. അതിന് നമ്മൾ എന്ത് വേണം? പേഷ്യന്റ് ആയിരിക്കണം. ആ പേഷ്യൻസിന് കൂടി ഒരു കാര്യം കൂടി വേണം, അപ്രോച്ചബിൾ ആയിരിക്കണം. ആർക്ക് വേണമെങ്കിലും നിങ്ങളെ സമീപിക്കാനുള്ള ഒരു രീതിയിൽ വേണം നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ക്ഷമ. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യണം. എടുത്തടിച്ചോണം കാര്യങ്ങൾ പറയാതിരിക്കുക. ക്ഷമയോടുകൂടി കാര്യങ്ങൾ കേട്ട്, എത്ര ക്ഷമ കളയുന്ന കാര്യമാണെങ്കിലും നമുക്ക് ഇവിടെ ക്ഷമ ഉണ്ടായേ പറ്റൂ. കാരണം ക്ഷമയുള്ളവനെ വിജയിച്ചിട്ടുള്ളവർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഗുഡ് തിങ്സ് കം ടു ദോസ് ഹൂ വെയിറ്റ്. ആരാണോ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നത്, നല്ല കാര്യങ്ങൾ അയാളിലേക്ക് മാത്രമേ വന്നു ചേരുകയുള്ളൂ. സോ പേഷ്യൻസ് ഉള്ള ഒരാളായിട്ട് മാറുക. ഇനി അടുത്ത പോയിന്റ് ആണ് 4ാമത്തത്, കംപ്ലയൻസ് വിത്ത് കമ്പനി. കംപ്ലയൻസ് വിത്ത് കമ്പനി. കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സിസ്റ്റം, ഇത് വിട്ടൊരു കളിയില്ല. അതിന് 100% നിരക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ, നിരക്കാത്ത ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. കാരണം ഇവിടെ ഒരു വെൽ പ്രൂവൺ സിസ്റ്റം ഉണ്ട്. ചിക്കിംഗ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് 328 ഔട്ട്ലെറ്റുകൾ ഉണ്ട്. KFC എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന് ഇന്ന് ലോകമെമ്പാടും ഏകദേശം ഒരു 25,000-ലധികം ഔട്ട്ലെറ്റുകൾ ലോകമെമ്പാടും ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഇവർ വിജയിച്ചത്? ഇവർ ആ സിസ്റ്റമാണ് പ്രൊമോട്ട് ചെയ്തത്, അല്ലാതെ ചിക്കൻ അല്ല പ്രൊമോട്ട് ചെയ്തത്. ഇവർ സിസ്റ്റം പ്രൊമോട്ട് ചെയ്തു. അത് ഉണ്ടാക്കുന്ന സിസ്റ്റം, അതിന് വേണ്ടിയിട്ട് ഒരാളുടെ നിന്ന് ഫ്രാഞ്ചൈസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു. ആ സിസ്റ്റമാണ് ഇന്ന് ലോകമെമ്പാടും വിജയിക്കുന്നത്. നമുക്കൊരു സിസ്റ്റം ഉണ്ട്, ശരിയല്ലേ? RCM എന്ന സിസ്റ്റം. ആ സിസ്റ്റം വിജയിച്ച സിസ്റ്റം. അതുകൊണ്ടാണ് 25 കൊല്ലം അത് മുന്നോട്ട് പോയിക്കുന്നത്. ഈ രൂപാന്തര യാത്ര ആഘോഷിക്കുന്ന 25 കൊല്ലത്തെ ആഘോഷമാണ്. ഈ സിസ്റ്റം വിജയിച്ച സിസ്റ്റം. നമ്മളായിട്ട് ഇതിലൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോളോ ദ സിസ്റ്റം, ബി ദ സിസ്റ്റം. നിങ്ങൾ ആ സിസ്റ്റം ഫോളോ ചെയ്യുക, നിങ്ങൾ ആ സിസ്റ്റമായിട്ട് മാറുക. ഇത് കൂടാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ടീമിന് വേണ്ടി ഒരു സിസ്റ്റം വേണം. ത്രിദിന ക്ലാസ് നടത്തുന്നത്, വെൽക്കം മീറ്റ് നടത്തുന്നത്, നിങ്ങളുടെ ഷോപ്പിൽ എല്ലാ മാസവും വീക്ക്ലി, എല്ലാ ആഴ്ചകളിലും വീക്ക്ലി ട്രെയിനിങ് നടത്തുന്നത്, ഇതൊക്കെ ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ജോയിനിങ് ചെയ്യുന്ന ആൾക്കാർ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, ഞാൻ ഇന്ന് ജോയിൻ ചെയ്തിട്ട് ഇപ്പം ആരും ചെയ്യരുത്, അതൊരു സിസ്റ്റമാണ്. അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ രൂപം ചെയ്യണം. അതെങ്ങനെയായിരിക്കണം? കമ്പനിയുടെ സിസ്റ്റത്തിന് ദോഷം ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. കമ്പനിയുടെ സിസ്റ്റവുമായിട്ട് കാര്യങ്ങൾ അനുകൂലിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ സിസ്റ്റത്തെ ഫോളോ ചെയ്യാൻ വേണ്ടി. സോ കംപ്ലയൻസ് വിത്ത് ദ സിസ്റ്റം. ആൻഡ് 5ാമതാണ് നോ പോച്ചിങ്. പിടിച്ചു പറിക്കാൻ പോകരുത്. പിടിച്ചു പറിച്ചാൽ നമ്മൾ ആരാവും? കള്ളനായിട്ട് മാറും, കൊള്ളക്കാരനായിട്ട് മാറും. നിങ്ങൾക്ക് വരേണ്ട അസറ്റുകൾ, നിങ്ങൾക്ക് വരേണ്ട അസോസിയേറ്റ്സ്, നിങ്ങൾക്ക് വരേണ്ട കഴിവുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ വരും. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. സോ നോ പോച്ചിങ്. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. ഒരിക്കലും മറ്റൊരാളുടെ കയ്യിൽ നിന്നും നമുക്ക് വാങ്ങിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും ഒരു ഹണ്ടറായിട്ട് മാറരുത്. നമ്മൾ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരെ, നമ്മളൊരു ഫാർമർ ആയിട്ട് മാറണം. നെവർ ബി എ ഹണ്ടർ, ബി എ ഫാർമർ. സ്വന്തം അധ്വാനത്തിൽ സ്വയമായിട്ട് ഉണ്ടാക്കുന്ന ആളെയാണ് ഫാർമർ എന്ന് പറയാം. ഹണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി എവിടെയെങ്കിലും തടിച്ചു കൊഴുത്ത ഒരാളെ പിടിച്ചു കൊണ്ടുവരുന്നതാണ് ഹണ്ടർ. നെവർ ഡു ദാറ്റ്. അത് സിസ്റ്റത്തിനെതിരാണ്, എത്തിക്സിന് ചേരാത്തതാണ്. നിങ്ങൾക്കൊരു ദോഷപ്പേര് വരും. ആ പേര് കാരണം ചിലപ്പോൾ ഒരു 5 പേര് വരാനിരുന്നവർ പോലും പോകും. ഡോണ്ട് ഡു ദാറ്റ്. നെവർ ഗോ ഫോർ അനദർ ടീം മെമ്പർ. ഓൾവേസ് ബി എത്തിക്കൽ, ഓൾവേസ് ബി ട്രാൻസ്പാരന്റ്. സോ നോ പോച്ചിങ്. അടുത്തതാണ് ആക്സസിബിൾ ആൻഡ് സപ്പോർട്ടീവ്. ആക്സസിബിൾ ആയിരിക്കുക, സപ്പോർട്ടീവ് ആയിരിക്കുക. എന്താ ആക്സസിബിലിറ്റി എന്ന് വെച്ചാൽ ഏത് സമയത്തും നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരാൾ എന്നുള്ളതല്ല. നിങ്ങളെ വിളിച്ച് നിങ്ങളെ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ തിരിച്ചു വിളിക്കുന്ന ഒരാളായിട്ട് മാറുക. അതിനാണ് ആക്സസിബിലിറ്റി എന്നുള്ളത് പറയാം. ആദ്യത്തെ തുടക്ക സമയത്ത് നിങ്ങളായിരിക്കും അവരുടെ പ്രൈമറി കോണ്ടാക്ട്. കാരണം എന്താ? നിങ്ങളുടെ കൂടെ വന്നില്ല ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പൊ അവര് പല ആൾക്കാരെയും കാണാൻ പോകുമ്പോൾ യു വിൽ ബി ദ 3-way പാർട്ണർ. എന്താ 3-way പാർട്ണർ? 1 നിങ്ങളുടെ അസോസിയേറ്റ്, 2 അസോസിയേറ്റ് കാണാൻ പോകുന്ന ആൾക്കാർ, 3 അസോസിയേറ്റ് കാണാൻ പോകുന്ന ആളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ വിളിക്കും. നിങ്ങളൊരു 3-way പാർട്ണറാണ്. അപ്പൊ തുടക്ക കാലത്തിൽ നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് നിങ്ങൾ എന്തായിട്ട് മാറണം? ആക്സസിബിൾ ആയിട്ട് മാറണം. പിന്നെയുള്ളത് എന്താ? സപ്പോർട്ടീവ് ആവണം. സപ്പോർട്ടീവ് എന്ന് വെച്ചാൽ എന്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ പരിഹരിച്ചു കൊടുക്കുക, അവരെ അനുമോദിക്കുക, ചെറിയ ചെറിയ നേട്ടങ്ങളിൽ അവരെ അംഗീകരിക്കുക, അനുമോദിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, 4 ആളുടെ മുമ്പിൽ വെച്ച് അവരെ പ്രശംസിക്കുക.
എന്തിനു വേണ്ടിയിട്ടാ? അവര് വളരാൻ വേണ്ടി. കാരണം പ്രശംസ ഇഷ്ടമല്ലാത്ത ആരും ഇല്ല. സോ റെക്കഗ്നൈസ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി 7ാമത്തെ പോയിന്റ് ആണ് ഇമോഷണൽ ആങ്കർ. ഇമോഷണൽ ആങ്കർ എന്താണ് ഇമോഷണൽ ആങ്കർ? പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാനുള്ള മനസ്സിന്റെ കട്ടി അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. കാരണം ഇന്ന് നമ്മുടെ ലീഡേഴ്സ് നേരിട്ട ഒരു ബുദ്ധിമുട്ടും നമുക്ക് നേരിടാനില്ല. അവരായ കാലത്ത് നേരിട്ടതിന്റെ പകുതിയുടെ ഒന്ന് പോലും നമുക്കിപ്പോൾ നേരിടാനില്ല. ഈ സത്യം നമ്മൾ തിരിച്ചറിയാം. ഒരു പ്രതിസന്ധി വന്നാൽ നമ്മൾ പാനിക് ആവാതെ അതിനെ നല്ല സ്മാർട്ടായിട്ട് മെച്യൂർഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യാം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. മിനിഞ്ഞാന്ന് എന്താ പറയുക, വണ്ടി ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്ന സമയത്ത് വൈഫിന്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് സൈഡ് ഒന്ന് കോറി. എന്നെ വിളിച്ചത് ഞാൻ പൂവണിയിൽ എത്തിയപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി ചെറുതായിട്ട് കോരി. ഞാൻ ഫസ്റ്റ് ചോദിച്ച കാര്യം റോട്ടിലാണോ വീട്ടിൽ വെച്ചിട്ടാണോ? പറഞ്ഞു വീട്ടിൽ വെച്ചിട്ടാണ്. ഞാൻ ഡോണ്ട് വറി, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വന്നു, ഞാൻ നോക്കി ചെറിയ സ്ക്രാച്ചാ. നമ്മുടെ ക്യാബിനോ പേസ്റ്റ് വെച്ച് ഒന്ന് നന്നായിട്ട് ഉറച്ചപ്പോൾ ആ സ്ക്രാച്ച് ഒക്കെ പോയി. ഞാൻ പാനിക് ആയില്ല. ബിക്കോസ് മൈ ഫസ്റ്റ് ഇന്റൻഷൻ വാസ് ടു മേക്ക് ഷുവർ ഷീ വാസ് സേഫ്. അവർ സേഫ് ആണോ എന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കിയത്. സേഫ് ആണ്, വീട്ടിൽ വെച്ചിട്ട് നോ പ്രോബ്ലം. റെസ്റ്റ് ഓൾ വി ക്യാൻ മാനേജ് മാൻ. ബാക്കി എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ പാനിക്കായി, നമ്മുടെ പാനിക് കണ്ട് നമ്മുടെ ടീമിലെ ആൾക്കാരെ പാനിക് ആക്കല്ല വേണ്ടത്, പരിഭ്രാന്തരാക്കല്ല വേണ്ടത്. പകരം എന്താ, അതിന് മെച്യൂർഡ് ആയിട്ട് വളരെ സ്കിൽഫുള്ളി ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതാണ് ഒരു ഇമോഷണൽ ആങ്കർ എന്ന് പറയുന്നത്. നമുക്കിവിടെ വേണ്ടത് വിഷനാണ്, ഇമോഷൻ അല്ല. ഇമോഷൻ നമുക്ക് പുറത്ത് കാണിക്കാൻ 1000 വഴികളുണ്ട്. പക്ഷെ ഇൻ ദ ബിസിനസ് യു നീഡ് ടു ഹാവ് എ വിഷൻ, നോട്ട് ദ ഇമോഷൻ. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. സോ ഇമോഷണൽ ആങ്കർ ആയിരിക്കണം. അത് ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ടീം അംഗങ്ങൾക്കും വേണ്ടി നിങ്ങളൊരു ഇമോഷണൽ ആങ്കർ ആയിട്ട് മാറണം. ചിലപ്പോ ഡിപ്പോയിൽ നിന്ന് അടിച്ച ഉൽപ്പന്നങ്ങൾ ചിലപ്പോൾ കടയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ കടക്കാരന് അതിൽ റിഫ്ലക്ട് ആയിട്ടുണ്ടാവില്ല. അയാൾ വിളിച്ച് പറയാം എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല, അതാണ് ഇതാണ് ഇത് എന്തെങ്ങനെയാണ്. ഡോണ്ട് വറി, ഞാൻ സംസാരിക്കാം, ശരിയാക്കി തരാം, ഞാൻ വിളിക്കാം. യു ഹാവ് ടു ഹാവ് ദാറ്റ് കമാൻഡിങ് പവർ. ആ കോൺഫിഡൻസ് എന്ത് ചെയ്യണം, അവരിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം. ആൻഡ് 8ാമത്തെ പോയിന്റ് ആണ് പ്രോബ്ലം സോൾവർ. പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരാളായിട്ട് മാറണം, പ്രശ്നങ്ങൾ കൂട്ടുന്ന ആളായിട്ട് മാറരുത്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ആ പ്രശ്നത്തെ 10 ഇരട്ടി കൂട്ടുന്ന ആളായിട്ടാണ് പല ആൾക്കാരും മാറുന്നത്. ഡോണ്ട് ഡു ദാറ്റ്. ഈ പ്രോബ്ലം സോൾവർ. കാരണം ഇവിടെ നമുക്ക് കാശ് കിട്ടുന്നത് നമ്മുടെ പ്രോബ്ലവും നമ്മുടെ ടീമിലെ ആൾക്കാരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ തടസ്സങ്ങൾ നീക്കി കൊടുക്കുന്നതിനാണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. സോ ബി എ പ്രോബ്ലം സോൾവർ. ഒരു പ്രശ്നം ഉണ്ടായി, അതിനെ പരിഹരിക്കാനാണ് ആദ്യം നോക്കേണ്ടത്. ഇപ്പോ കൗൺസിലിംഗിൽ രാജൻ സാർ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആളോട് എന്താണ് നിലവിലെ പ്രശ്നം എന്നല്ല ചോദിക്കേണ്ടത്, പകരം ചോദിക്കേണ്ടത് എന്താണ് നിങ്ങളുടെ ടാർഗറ്റ്, ഫ്യൂച്ചറിലേക്ക് ഇനി എന്താണ് പ്ലാൻ ചെയ്യുന്നത്, അതാണ് ചോദിക്കേണ്ടത്. സോ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്നിട്ട് വേണം പ്രശ്ന കാരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അനലൈസ് ചെയ്യണം, കുറ്റപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട്. ഫസ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് സോൾവ് ദ പ്രോബ്ലം, കിൽ ദ ഫയർ ബിഫോർ ഇറ്റ് കിൽസ് യു. ആൻഡ് 9ാമത്തെ പോയിന്റ് ആണ് ബി എ ഗുഡ് ടീച്ചർ. നല്ലൊരു ടീച്ചർ ആവും. നല്ലൊരു ടീച്ചറിനെ നല്ലൊരു സ്റ്റുഡന്റ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ. ഈ സിസ്റ്റത്തിൽ അങ്ങനെയാണ്. മറ്റേ നല്ലൊരു സ്റ്റുഡന്റിനെ നല്ലൊരു ടീച്ചറായിട്ട് മാറാൻ പറ്റുന്നു, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നല്ലൊരു ടീച്ചറിനെ നല്ലൊരു സ്റ്റുഡന്റ് ആയിട്ട് മാറാൻ പറ്റും. കാരണം നിങ്ങൾ എത്ര വട്ടം പഠിപ്പിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തില് ഈ അറിവുകളൊക്കെ ചെല്ലും. സോ നമ്മുടെ അറിവ് നമ്മുടേതായിട്ട് മാത്രം നിൽക്കാൻ പാടില്ല. ഞാനിനി അവനത് പറഞ്ഞു കൊടുത്താൽ അവൻ്റെ അടുത്ത് ചോദിച്ചു വരില്ല, അവൻ ചോദിച്ചു വരട്ടെ. അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിങ്ങളുടെ ടീമിൽ വരുന്ന ആൾക്കാരെ നിങ്ങളെക്കാൾ കഴിവുള്ള ആൾക്കാരായിട്ട് മാറ്റുക. അപ്പൊ അവർ വളരും. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവാൻ പാടില്ല. എന്റെ അറിവ് എന്റേതായിട്ട് ഇരിക്കട്ടെ, അത് ഞാൻ അവന് പറഞ്ഞു കൊടുക്കില്ല, അവൻ എന്റെ അടുത്തേക്ക് വേണമെങ്കിൽ പറ്റും ഇല്ല. അവൻ എത്ര പെട്ടെന്ന് പഠിപ്പിക്കാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് പഠിപ്പിച്ചാൽ നിങ്ങളുടെ ലോഡ് കുറയും, അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം നിങ്ങൾ ആ ലോഡ് വലിച്ച് മുന്നോട്ട് കൊണ്ടുവരും. സോ ബി എ ഗുഡ് ടീച്ചർ. ആൻഡ് 10ാമത്തെ ലാസ്റ്റുമായിട്ട് പോയിന്റ് ആണ് ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറും. ഗോൾ ഓറിയന്റഡ്. നിങ്ങൾക്ക് മാത്രം ഗോൾ ഉണ്ടായാൽ പോരാ, നിങ്ങളുടെ ടീമിനും ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്താണ് ഡിസംബർ മാസത്തെ ഗോൾ, എന്താണ് മാർച്ച് മാസത്തിലെ ഗോൾ, എന്താണ് സെപ്റ്റംബർ മാസത്തിലെ ഗോൾ, ആ ഗോളിലേക്ക് അവരെ നയിക്കണം. ആ ഗോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ഓർമ്മപ്പെടുത്തണം. ഓരോ വേദികൾ കിട്ടുമ്പോൾ അവരോട് ആ ഗോളിനെ പറ്റിയിട്ട് പറയാൻ പറയണം. ഓരോ വേദികളിൽ ഇയാളുടെ ഗോൾ ഇന്നതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കണ്ടൊരു വ്യക്തി ഗിരീസാറാണ്. കാരണം അദ്ദേഹത്തിന്റെ ടീമിൽ ഒരാൾ ഒരു ഗോളിന് എടുത്ത് വരാൻ പോവുകയാണെങ്കിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് എന്ത് ചെയ്യും, ഹൈലൈറ്റ് ചെയ്ത് പറയും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ എന്റെ മുന്നത്തെ പ്രോഗ്രാമിൽ ആ ടിക്കറ്റ് ഏറ്റവും കൂടുതൽ എടുത്ത ആള് ടെക്നിക്കൽ മീറ്റ് അല്ല, റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിൽ ജിനേഷ് സാർ ആയിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം എല്ലാ വേദികളിലും പറഞ്ഞു, ഏറ്റവും കൂടുതൽ സൂം പ്രോഗ്രാമിൽ. എന്തുകൊണ്ടാണ്? ഹീസ് പ്രൊമോട്ടിങ്, റൈറ്റ്? സോ ആ ഗോളിലേക്ക് അവരെ നയിക്കാൻ വേണ്ടി ആ ഗോളിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് അതിനെ പറ്റി കമ്മ്യൂണിക്കേറ്റിനോ ഇത് കാര്യങ്ങൾ ചോദിക്കുന്നു. ബി എ ഗോൾ ഓറിയന്റഡ് പേഴ്സൺ.
അപ്പോ ഒരു അപ്ലൈ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വേണ്ട 10 ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം പരിശോധിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പിന്നെ നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനെ കുറ്റം പറയാൻ പോകരുത്. കാരണം ആദ്യം ഞാൻ ശരിയാണോ എന്നുള്ളത് നോക്കുക. ഒരു കംപ്ലൈന്റ് പറയാനും ഒരു പ്രശ്നം പറയാനും വളരെ എളുപ്പമാണ്. പക്ഷേ കംപ്ലൈന്റ് എന്റെ ഭാഗത്തു നിന്ന് പറ്റുമോ, അല്ലെങ്കിൽ ആ പ്രശ്നം എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവോ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റാൻ പറ്റുന്ന കാര്യമാണ് പലപ്പോഴും ബുദ്ധിമുട്ട്. കാരണം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തിരുത്താൻ നമ്മളെ. ആ തിരുത്തൽ നമ്മളൊന്ന് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും റെഡിയായി. സോ ബിഫോർ കംപ്ലൈനിങ്, ബിഫോർ എന്താ പറയാ അൺനെസസറിലി ബാഷിങ് സംവൺ, അതായത് വെറുതെ ഇങ്ങനെ അവലംബിക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നീ ശരിയാണോ, നീ ശരിയാണോ? കണ്ണാടി നോക്കി ചോദിക്കണം, നീ ശരിയാണോ? ഇത്രയും കാര്യങ്ങൾ നീ പറഞ്ഞു അവിടെ മോശമാണെന്നുള്ളത്, നീ ശരിയാണോ? നോക്കൂ, TCG എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നിങ്ങളുടെ അപ്ലൈനിൽ നിന്ന്, നിങ്ങളുടെ ലീഡറിൽ നിന്ന് എന്താണോ സിസ്റ്റം അനുസരിച്ച് ശരിയെന്ന് തോന്നുന്നത് അത് മാത്രം എടുത്താൽ മതി. പക്ഷെ ഇങ്ങനെ എടുത്തിട്ട് അതിലെ കുറവുകൾ മാത്രം നമ്മൾ ചൂണ്ടിക്കാണിക്കാണ്, അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല വെച്ചാൽ ഒറ്റ ചോദ്യം നമുക്ക് നമ്മളോട് ചോദിക്കാനുള്ളൂ, ആർ യു റൈറ്റ്? നിങ്ങൾ ശരിയാണോ? അപ്പോ ഡൗൺലൈൻ എന്ത് ചെയ്യണം, അപ്ലൈൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി ഇവര് രണ്ടുപേരും കൂടി ചെയ്യേണ്ട കാര്യമുണ്ട്, അതാണ് ഈവന്റ്സിനെ പ്രൊമോട്ട് ചെയ്യണം. ഈവന്റുകളെ പ്രൊമോട്ട് ചെയ്യണം. 2 മിനിറ്റ് കൊണ്ട് എന്റെ സെഷൻ അവസാനിക്കും. ഈവന്റുകളെ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ബിസിനസ് വളരുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ബിസിനസ് പ്രചരിപ്പിക്കാൻ പല രീതികളുണ്ട്. ഹോം മീറ്റിംഗുകൾ ഉണ്ട്, 1-on-1 ഉണ്ട്, ഷോപ്പ് മീറ്റിംഗുകൾ ഉണ്ട്, സോഷ്യൽ മീഡിയ, അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ യു നീഡ് എ ബിഗ് ഇവന്റ്. വൈ? ബിക്കോസ് ഇതെന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രൂഫാണ്. എന്താ സോഷ്യൽ പ്രൂഫ്? ഇത്രയും ആൾക്കാർ ഈ സിസ്റ്റത്തിൽ വന്ന് വിജയിക്കുന്നുണ്ട്, ഇത്രയും ആൾക്കാർക്ക് അംഗീകാരം കിട്ടുന്നുണ്ട്, ഇത്രയും ആൾക്കാർ സക്സസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഏത് പുതിയ ആളോടാണോ പറഞ്ഞിരിക്കുന്നത് അയാളുടെ കണ്ണ് തുറപ്പിക്കുന്ന സോഷ്യൽ പ്രൂഫാണ്. ഇന്ന് കേരള ടീം ഇവിടെ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മൂർത്തി സാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഏറ്റവും വലിയൊരു ഈവന്റ് ആ സമയത്ത് നടന്നത് അറ്റൻഡ് ചെയ്തു. അത് അദ്ദേഹത്തിന്റെ കണ്ണ് തുറപ്പിച്ചു. കാരണം അദ്ദേഹത്തെക്കാളും അനുഭവ സമ്പത്തും അറിവും അല്ലെങ്കിൽ സ്കില്ലും ഇല്ലാത്ത ആൾക്കാർ പോലും ബിസിനസ്സിൽ വന്ന് വിജയിക്കുന്ന കണ്ടപ്പോൾ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ എനിക്ക് എന്തുകൊണ്ട് വിജയിച്ചുകൂടാന്ന ചിന്തയാണ് ഇന്ന് കേരള ടീമിനെ ഉണ്ടാക്കിയത്. ഈവന്റ്സ് യു നീഡ് ടു പ്രൊമോട്ട്. നാളെ എറണാകുളത്ത് ULP നടക്കുന്നുണ്ട് പൂക്കാട്ടുപടിയിൽ. എത്ര പേര് അവിടെ ഉണ്ടാവും? എത്ര പേരുണ്ടാവും എന്നുള്ളതല്ല, നമ്മുടെ ടീമിൽ നിന്ന് എത്ര പേരുണ്ടാവും, അതാണ് ചോദ്യം. The number of people attending big events determines your success. ഞാൻ പറഞ്ഞതല്ല, മൂർത്തി സാറ് പറഞ്ഞ. നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരു സ്ഥലത്ത് എത്ര പേര് എത്തിക്കാൻ സാധിക്കുന്നു അതാണ് നിങ്ങളുടെ വിജയം നിശ്ചയിക്കുന്നത്. ഇനി പല ആൾക്കാരും തെറ്റായ ഒരു ധാരണയുണ്ട്, ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എറണാകുളത്ത്, നമ്മൾ ഇവിടെ നിന്ന് ആൾക്കാരെ വലിച്ചു കൊണ്ടുപോകും. ആര്? ഓൾറെഡി സിസ്റ്റത്തിലുള്ള ആൾക്കാരെ വലിച്ചു കൊണ്ടുപോകും. അതല്ല വേണ്ടേ. എറണാകുളത്ത് ഒരു പ്രോഗ്രാം നടക്കേണ്ടത് മുൻകൂട്ടി ഡേറ്റ് കിട്ടി അവിടെ പോയി വർക്ക് ചെയ്ത് അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകണം. അതാണ് കഴിവ്. അല്ലാതെ ഉള്ള ആൾക്കാരെ വീണ്ടും പറിച്ചു കൊണ്ടുപോകല്ല ചെയ്യുന്നത്. അതല്ല ഈവന്റ് പ്രൊമോഷൻ. ഈവന്റ് പ്രൊമോഷൻ എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് ഈവന്റുകൾ വെക്കുന്നത് നിങ്ങൾക്ക് അവിടെ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് വേണം? നമ്മൾ അവിടെ ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മുൻകൂട്ടി പോയി വർക്ക് ചെയ്ത് കൊണ്ടുപോകണം. ഈ അടുത്ത് സജിത മാഡം, ചന്ദ്രൻ സാറ്, സുഭാഷ് സാറ്, നമ്മുടെ സുനിൽ സാറ്, ജയശ്രീ മാഡം, ഇവരെല്ലാവരും കൂടി പോയി തെങ്കാശിയിൽ ഒരാളെ കണ്ടു. തൊട്ടടുത്ത ദിവസം മൂർത്തി സാറിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നേരെ കൊണ്ടുപോയി അവിടെ ആ മീറ്റിംഗിലേക്ക് എത്തി. റിസൾട്ട് കിട്ടി. അവരിന്ന് പ്രൊഡക്റ്റിനെ പറ്റി സംശയങ്ങൾ ചോദിക്കുന്നു, കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നു, അവർ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ദിസ് ഹാപ്പൻസ് ഓൺലി ഇഫ് യു പ്രൊമോട്ട് ഈവന്റ്സ്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്തിന് എത്ര അധികം പ്രോഗ്രാമുകൾ, എന്തിനാണ് ഇത്രയും മീറ്റിങ്ങുകൾ? എന്നും മീറ്റിംഗാണ്. നോക്കൂ, എന്നും മീറ്റിംഗ് ആണെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല കാര്യമല്ലേ? നോർത്തിലൊക്കെ പോയി കഴിഞ്ഞ് ഒരു മാസം അവിടെ മീറ്റിംഗ് ഇല്ലാതിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ അസ്വസ്ഥരാകും. കാരണം അവർക്ക് ഡെയിലി മീറ്റിംഗ് ആണ്. മീറ്റിംഗ് ആണ് നമുക്ക് റിസൾട്ട് കിട്ടുക. 10 വീട്ടിൽ കയറി ഇറങ്ങി സംസാരിക്കുന്ന സമയം കൊണ്ട് ഒരു ഹോം മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ആ 10 പേര് നിങ്ങൾക്ക് ഒറ്റ സ്ഥലത്ത് നിന്ന് 1 മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. അതിനേക്കാളും 10 ഇരട്ടി എഫക്റ്റീവ് ആണ് നിങ്ങൾ അവരെ ഈ ഹോം മീറ്റിംഗും ഹോൾ മീറ്റിംഗും ഷോപ്പ് മീറ്റിംഗും പ്രോസസ്സിലൂടെ കഴിഞ്ഞ് അവരൊരു വലിയ മീറ്റിംഗിലേക്ക് കൊണ്ടിരുത്തും. കാരണം ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രൂഫ്. ഇന്ന് പന്നിത്തടത്ത് മനോഹരമായിട്ടുള്ള ഒരു ഷോപ്പ് മാനി സാർ തുടങ്ങിയിട്ടുണ്ട്. വൈ? ബിക്കോസ് അദ്ദേഹം 2 മെയിൻ വലിയ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ഒന്ന് കറുകുറ്റി അറ്റൻഡ് ചെയ്തു, ഒന്ന് റെസിഡൻഷ്യൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. 30-ാം തീയതി ആറങ്ങോട്ടുകാര ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുക. അദ്ദേഹം റെസിഡൻഷ്യൽ അറ്റൻഡ് ചെയ്തു, 2 വലിയ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തു അസീസ് സാറ്. അത് സോഷ്യൽ പ്രൂഫാണ്. ഇത്രയും ആൾക്കാർക്ക് വിജയിക്കാമെങ്കിൽ, ഇത്രയും ഷോപ്പുകാർക്ക് വിജയിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വിജയിച്ചുകൂടാ? ആ തീരുമാനമാണ് അവരെ കൊണ്ട് ഷോപ്പ് പിടിപ്പിച്ചത്. ബിഗ് ഈവന്റ്സ് ഡിറ്റർമൈൻസ് യുവർ സക്സസ്. പക്ഷേ ഇതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രൊമോട്ട് ചെയ്യണം. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഈവന്റുകൾ നിങ്ങൾക്ക് റിസൾട്ട് തരും. ഒരിക്കലും അതിനെ ഫീസ് നോക്കരുത്. ഫീസ് നോക്കി പ്രൊമോട്ട് ചെയ്യരുത്. കാരണം ഫീസ് അല്ല നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നത്. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക്
10 ഇരട്ടി റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള അറിവാണ് അവിടുന്ന് കിട്ടുന്നത്. ആ അറിവ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഈ ഫീസ് 200 ആണെങ്കിൽ ഇതിന്റെ അപ്പുറത്ത് 2 പൂജ്യം എടുത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതാണ് കഴിവ്. ആ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവണം, ആ സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡൗൺലൈനും ഓഫ്ലൈനും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഒപ്പം തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഈവന്റ് പ്രൊമോഷനാണ്. 29-ാം തീയതി എറണാകുളം പൂക്കാട്ടുപടിയിൽ, 3-ാം തീയതി ഏറ്റവും ഗംഭീരമായിട്ട് കറുകുറ്റിയിൽ നമ്മൾ ആഘോഷിക്കും ഈ മാസത്തെ അച്ചീവ്മെന്റുകൾ. അത് കഴിഞ്ഞിട്ട് 8-ാം തീയതി വടക്കാഞ്ചേരിയിൽ മിഴിവെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കാൻ പോവുക. എല്ലാ മാസവും നടന്നു വരുന്ന പ്രോഗ്രാമാണ്. അവിടെ അതിഥിയായിട്ട് വരുന്നത് ഗോപകുമാർ സാറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 8-ാം തീയതി നമ്മൾ ഇരിഞ്ഞാലക്കുടയ്ക്ക് എടുത്ത് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ട് അവിടുത്തെ MAS ഹാള്, ആ ഹാളിൽ വെച്ചിട്ട് ഇന്നേ വരെ കാണാത്തൊരു വലിയ സെലിബ്രേഷൻ നമ്മൾ അവിടെ നടത്തും. കാരണം ഡിസംബറിൽ ആഘോഷങ്ങളുടെ ഒരു പെരുമഴയായിരിക്കും, അച്ചീവ്മെന്റുകളുടെ പെരുമഴയായിരിക്കും. അത് ആദരിക്കപ്പെടാൻ പോകുന്നത് MAS എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്തുള്ള പ്രോഗ്രാമിലായിരിക്കും. അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വരും. പക്ഷെ ഇപ്പൊ ഡേറ്റ് കുറിച്ചിട്ടുള്ളൂ ജനുവരി 8. ഇനി അത് കഴിഞ്ഞ് ജനുവരിയിൽ ഒരു ULP വരും. എന്തിനു വേണ്ടി? പുതിയ ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട്. പ്രോഗ്രാമുകൾ ഒരിക്കലും ഒരു ഭാരമല്ല, ഒരു അനുഗ്രഹമാണ്. പ്രൊമോട്ട് ഈവൻസ്, പ്രൊമോട്ട് ഈവൻസ്, പ്രൊമോട്ട് ഈവൻസ്. എവിടെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നോ അവിടെയൊക്കെ പ്രൊമോട്ട് ചെയ്യാം. ഗിരീഷ് സാറ് കഴിഞ്ഞ മിഴിവ് പ്രോഗ്രാമിൽ ഒരാളെ, അയ്യന്തോളുള്ള ഒരാളെ അവിടെ വരെ കൊണ്ടെത്തിച്ചു. വൈ? അദ്ദേഹത്തിന് അറിയാം ഈവന്റിന്റെ പവർ എന്താണ്, പ്രൊമോഷൻ എന്താണെന്നുള്ളത്. ഞാൻ ക്ലിക്ക് ആയത് ഒരു വലിയ കോഴിക്കോട് നടന്നൊരു ഈവന്റിലാണ് സുരേന്ദ്ര സാർ വന്നത്. അതും ഒരു കാരണമാണ് ക്ലിക്ക് ആവാനുള്ളത്. കാരണം അനേകം സോഷ്യൽ പ്രൂഫുകളെ ഞാൻ അവിടെ വെച്ച് കണ്ടു, കണക്ഷൻസ് കണ്ടു. വലിയ വലിയ ആൾക്കാരായിട്ട് പരിചയപ്പെടാനും സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ഈ പറഞ്ഞ വലിയ ഈവന്റിലാണ്. എന്റെ അപ്ലൈനിൽ വരുന്നത് ആരൊക്കെയാണ്, എന്റെ മെന്റർമാർ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞത് ഈ പറഞ്ഞ ഈവന്റുകളിലാണ്. ഒരുപാട് പോസിറ്റിവിറ്റി കിട്ടും. കറുകുറ്റി പോയിട്ട് നെഗറ്റിവിറ്റി കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ, അവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഇതിനൊരു വലിയ പിക്ചറിൽ കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ആ പോസിറ്റീവ് ഔട്ട്ലുക്ക് നമുക്കവിടെ കിട്ടും. ഇതൊക്കെ കിട്ടും ഇവിടുന്ന ഈവന്റ് എന്നാ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പ്രൊമോട്ട് ഈവന്റ്സ്, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഇൻ ഇറ്റ്, മേക്ക് ഷുവർ ദാറ്റ് യു ആർ വിത്ത് യുവർ ടീം. നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുക, നിങ്ങളുടെ ടീമുമായിട്ട് ഉണ്ടായിരിക്കുക. അതിനുവേണ്ടി എത്ര ഇൻവെസ്റ്റ്മെന്റ് വന്നാലും ഞാൻ പറയുന്നു അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇന്ന് ഡോക്ടർ സുരേന്ദ്ര വത്സ് എന്നൊരു വ്യക്തി ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ഗ്രേറ്റ് നെറ്റ്വർക്കറായിട്ട് മാറിയതിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് ആരുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല. ഏത് പ്രോഗ്രാം അറിഞ്ഞാലും അദ്ദേഹം ബസ് ബുക്ക് ചെയ്യും. ആരില്ലെങ്കിൽ പോലും അദ്ദേഹം ആ ബസ്സിൽ കയറി ഒറ്റയ്ക്ക് പോകാനുള്ള സംവിധാനമാണെങ്കിൽ പോലും, ഒറ്റയ്ക്ക് പോകാനുള്ള നിവൃത്തികേടാണെങ്കിലും അദ്ദേഹം പോയിരിക്കും. കാരണം ആളുടെ വാക്കുന്ന ആൾ ഇന്നേ വരെ പിന്മാറിയിട്ടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ഒരാൾ പോയി കണ്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, ഞങ്ങൾ ആരില്ലെങ്കിലും ഇയാൾ പോവുമെങ്കിൽ എന്നാൽ നമുക്കും ഇയാളുടെ കൂടെ കൂടിയാൽ എന്തെങ്കിലും ലാഭമുണ്ടാവും. അങ്ങനെ വന്നതാണ് സൗത്ത് ഇന്ത്യ RCM ബിസിനസ്സിലേക്ക്. ബിക്കോസ് ഹി വാസ് റെഡി ടു call a bus for a program or event. ആ വ്യക്തി തന്നെയാണ് നമ്മളോട് പറയുന്നത് ഓരോ 3 മാസം കൂടുമ്പോഴും രാജഗിരിയിൽ ഒരു പ്രോഗ്രാം വെക്കണം. വൈ? ബിക്കോസ് ഈവന്റുകൾ നിങ്ങൾക്ക് തരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. സോ ഫോക്കസ് ഓൺ ഈവന്റ്സ്, പ്രൊമോട്ട് ഈവന്റ്സ്. ഈവന്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടീമിന്റെയും നമ്മുടെയും ഒരു ഭാഗമാക്കി മാറ്റുക. അത് എവിടെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നു? പ്രൊമോട്ട് ഓൺ സോഷ്യൽ മീഡിയ, പ്രൊമോട്ട് ഇൻ യുവർ സ്റ്റാറ്റസ്, പ്രൊമോട്ട് കോളിംഗ് പീപ്പിൾ. അവിടെ പറയേണ്ടത്, ചേട്ടാ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാന്നല്ല പറയണ്ടേ. ചേട്ടാ, ഒരു കൂട്ടം ബിസിനസ്സുകാരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഇരിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. ലക്ഷക്കണക്കിന് രൂപ മേടിക്കുന്ന ആൾക്കാർ തൊട്ട് 50,000, 20,000, 30,000 പ്രതിമാസം മേടിക്കുന്ന ആൾക്കാരെ കൂടെ വേണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ചെലവഴിക്കാം. അതിലൊരു അവസരമാണ് ഞാൻ പറയുന്നത്. 8 സീറ്റേ ഉള്ളൂ കയ്യിൽ, ആകെ 8 10 സീറ്റുള്ളൂ. അതിലൊരു സീറ്റിലേക്ക് ഞാൻ വിളിക്കുന്ന ചേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളെ വിളിച്ച് പറയും. ഒരിക്കലും നമ്മുടെ കൂടെ വന്ന അസോസിയേറ്റിനോട് വരുന്നുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്, വരുന്നുണ്ടോ ഇല്ലയോ, അതനുസരിച്ചിട്ട് വേണം എനിക്ക് അടുത്ത ആളെ കോൾ ചെയ്യാൻ വേണ്ടി. അതിൽ അർജൻസി ഫീൽ ചെയ്യും. കാരണം അസോസിയേഷന് അറിയാം ഈവന്റിന്റെ പ്രാധാന്യം. അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവരോട് ഒരിക്കലും പിന്നെ വീണ്ടും വീണ്ടും അപേക്ഷിക്കാൻ പോകരുത്. അവരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഉണ്ടോ ഇല്ലയോ, എനിക്ക് അതനുസരിച്ച് വേണം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ, ബസ് പറയാൻ വേണ്ടി. ഇന്ന് പറയണം, ഇന്ന് വൈകിട്ട് 6 മണിക്ക് പറയണം, നാളെ വൈകിട്ട്. അതൊന്ന് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫോക്കസ് യു നീഡ് ടു ഹാവ് അബൌട്ട് ഈവന്റ്സ്. ഈവന്റ്സ് പ്രൊമോട്ട് ചെയ്യുക. ഈവന്റ്സ് ഈ ബിസിനസിന്റെ അടിത്തറയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഈവന്റ്സ് ഇല്ലാതെ ഈ ബിസിനസ് ഈ ലെവൽ വരെ എത്തില്ല. കാരണം നമ്മൾ അച്ചീവ്മെന്റ് നേടി, പൊസിഷൻസ് കിട്ടി, എല്ലാം കിട്ടി. ഇതൊന്നും ആദരിക്കപ്പെടാൻ ഒരു ഈവന്റ് ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു രീതിയിലും ഉന്മേഷവും ഉണ്ടാവില്ല. ഇന്ന് 10,000-കണക്കിന് ആൾക്കാര് വന്ന സ്റ്റേജിൽ വെച്ചിട്ടാണ് നോബൽ സാറിനെയും രമ്യ മാഡത്തിനെയും TCG അംഗീകരിച്ചത്, ശരിയല്ലേ? ഇന്ന് അവര് രണ്ടുപേരും കേരളം അറിയുന്ന പ്രതിഭകളായിട്ട് മാറിയത്. ഏറ്റവും മികച്ച MC റോൾ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് അറിയുന്നത് എങ്ങനെയാ? ഈ പറഞ്ഞ ബിഗ് ഈവന്റുകളിലാണ്, ശരിയല്ലേ? മൂർത്തി സാറ് നോർത്തിൽ പോയി ഡൽഹിയിൽ വെച്ച് നടന്ന, രാജസ്ഥാനിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ തലപ്പാവ് അവിടെ ഇട്ടുകൊടുത്തത് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ.
ആ വിവരം ഇന്ന് ഇവിടെ അറിഞ്ഞത് എന്തുകൊണ്ടാ? ദർ വാസ് എ ബിഗ് ഈവന്റ്. സോ നിങ്ങൾ ഈ ബിസിനസ്സിൽ എന്തൊക്കെ അച്ചീവ് ചെയ്താലും അത് സെലിബ്രേറ്റ് ചെയ്യാത്തോളം കാലം നിങ്ങൾക്ക് അതിൽ ഒരു സന്തുഷ്ടിയും കിട്ടില്ല, ഒരു സന്തോഷം കിട്ടില്ല. അത് സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈവന്റ്സ്. പ്രൊമോട്ട് ഈവന്റ്സ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോട് കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. 9 മണിന്നാണ് ഞാൻ സമയം പറഞ്ഞത്. ഒരു 5 മിനിറ്റ് കൂടുതൽ എടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ 5 മിനിറ്റ് കൂടുതൽ കവർന്നതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് RCM, ഗുഡ് RCM, ജയ് ഹിന്ദ്. താങ്ക് യു. എല്ലാവരും വിജയിക്കട്ടെ, ഒരുമിച്ച് വിജയിക്കാം. ഡിസംബർ എന്ന മാസം നമ്മുടേത് മാത്രമാക്കി മാറ്റാം. ജനുവരി എന്ന പുതുവർഷത്തിൽ നമ്മൾ 2026 വരവേൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഉറച്ച സ്വരത്തോട് കൂടിയിട്ട് പറയും, യെസ് ഐ ആം എ ബിസിനസ് മാൻ, യെസ് ഐ ആം എ ബിസിനസ് വുമൻ. ജയ് ഹിന്ദ്, ജയ് RCM. താങ്ക് യു. Thank you, sir. താങ്ക് യു അർജുൻ സാർ.